നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. നല്ല വെളിച്ചത്തിലെടുത്ത് നല്ല ഇരുട്ടത്ത് കാണിക്കുന്ന കലാരൂപമാണ് സിനിമ എന്ന് മലയാളത്തിലെങ്കിലും ആദ്യം പറഞ്ഞത് എസ് പി പിള്ള സാറായിരുന്നു. നമ്മുടെ പ്രശസ്തനായ കോമഡി ആർട്ടിസ്റ്റായിരുന്നു എസ് പി പിള്ള സാർ. എത്ര അർത്ഥവത്തായ കമൻ്റായിരുന്നു ആലോചിച്ച് നോക്കൂ. നല്ല വെളിച്ചത്തിലെടുത്ത് ഒരുപാട് ലൈറ്റ് ഉപയോഗിച്ചല്ലേ ഷൂട്ട് ചെയ്യണേ. നല്ല ഇരുട്ടത് കാണിക്കുന്ന കലാരൂപമാണ്. അതുകൊണ്ട് തന്നെ വെളിച്ചത്തിൻ്റെയും ഇരുട്ടിൻ്റെയും സ്വഭാവം സിനിമയ്ക്കുണ്ടാവുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ ചിന്തനീയമായ വാചകമായിരുന്നു എസ് പി പിള്ള സാർ പറഞ്ഞത്. ഞാനിപ്പോൾ എസ് പി പിള്ള സാർ പറഞ്ഞ ആ വാചകം ഓർത്തത്, സിനിമ നിർമ്മിച്ചവരോ സംവിധാനം ചെയ്തവരോ പോലും വിചാരിക്കാത്ത തലത്തിലേക്ക്, അത്രയും ഉയരത്തിലേക്ക് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ പടം വളർന്നു കയറി ഇല്ലേ. 1, 2, 3 തവണ കണ്ട എത്രയോ പേരുണ്ടാവും. ഭാഷയെപ്പറ്റി ആലോചിക്കാതെ ഇന്ത്യയിലെ മുഴുവൻ ഭാഷയിലും ഉള്ള ആൾക്കാർ കണ്ട പടമാണ് മഞ്ഞുമൽ ബോയ്സ്. വലിയ താരജാടകളും ബഹളങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് എടുത്ത നല്ല സിനിമ. മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ച് നമ്മളൊരു എപ്പിസോഡ് ചെയ്തിരുന്നു. നല്ല സിനിമ ആയതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. ആ സിനിമ ഇപ്പോൾ പെട്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. മഞ്ഞുമൽ ബോയ്സ് നിർമ്മിച്ചത് ബാബു ഷാഹിർ എന്ന് പറഞ്ഞ ഫാസിലിൻ്റെയൊക്കെ പടങ്ങളുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിരുന്നു. അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടാണെന്നാണ് അയാൾ തുടങ്ങിയത്. പിന്നെ അദ്ദേഹം പ്രൊഡക്ഷൻ കൺട്രോളറും എക്സിക്യൂട്ടീവൊക്കെ ആയി ഫാസിലിൻ്റെ ഏതാണ്ട് എല്ലാ പടങ്ങളിലും. നല്ല ശാന്തപ്രകൃതനായ നല്ല മനുഷ്യനാണ് ബാബു ഷാഹിർ. നനച്ചിരിക്കാതെ അസിസ്റ്റൻ്റ് ഡയറക്ടറാകുമ്പോൾ പോയ അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ ഏറ്റവും നല്ല പൈസ വാങ്ങുന്ന, നല്ല പ്രതിഫലം വാങ്ങുന്ന നടനാണ് സൗബിൻ ഷാഹിർ. ആ കുമ്പളങ്ങി നൈറ്റ്സിലൊക്കെ അയാൾ ചെയ്തിരിക്കുന്ന പ്രകടനങ്ങൾ കണ്ടാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളിനെ. പിന്നെ അദ്ദേഹത്തിൻ്റെ മാനേജറായിരുന്ന ഷോൺ ആൻ്റണി. ഇവർ 3 പേരും കൂടി ചേർന്നാണ് മഞ്ഞുമൽ ബോയ്സ് നിർമ്മിച്ചതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് 22 കോടി രൂപയ്ക്കാണ് ആ പടം നിർമ്മിച്ചതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ബാബു ഷാഹിറിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ സൗബിൻ ഷാഹിറിൻ്റെ കയ്യിൽ 22 കോടി രൂപയൊക്കെ മുടക്കിയെടുക്കാനുള്ള സിനിമ എടുക്കാനുള്ള കാശുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചു. പിന്നെ വിചാരിച്ചു, ഇവരുടെ മാനേജറായിട്ട് നടക്കുന്ന ഈ പറയുന്ന ഷോൺ ആൻ്റണിയുടെ കയ്യിൽ ചിലപ്പോൾ കോടികളുണ്ടാവും, നമുക്കറിയില്ലല്ലോ ആളിനെ. പിന്നെ ഓരോ വാർത്തകളും പുറത്തു വന്നപ്പോഴാണ് അറിഞ്ഞത് 12 കോടി രൂപ ഗോകുലത്തിൽ നിന്ന് ഫൈനാൻസ് എടുത്തു, കടമെടുത്തു. പടം റിലീസ് ചെയ്ത് 30 ദിവസത്തിനകം 12 കോടിക്ക് പകരം 15 കോടി രൂപ അടയ്ക്കും. ഒപ്പം ഗോകുലം പ്രസൻസ് എന്നും ഗോകുലം ഗോപാലിൻ്റെ ഫോട്ടോയും ഒക്കെ വെച്ച് പരസ്യവും എല്ലാം അങ്ങനെ ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ മഞ്ഞുമൽ ബോയ്സ് 100 വർഷം കഴിഞ്ഞാലും ഗോകുലം ഗോപാലൻ പ്രൊഡ്യൂസ് ചെയ്തെന്ന് തോന്നുന്നു. അങ്ങനെ ആ ടൈറ്റിലെല്ലാം അങ്ങനെയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിന്നാണ് 15 കോടി എടുത്തത്. അപ്പോഴും ഞാൻ ആലോചിച്ചു, 22 കോടിയിൽ 12 കോടി അദ്ദേഹം കൊടുത്താലും പിന്നെയും 10 കോടി ഉണ്ട്. ഈ 10 കോടി രൂപയൊക്കെ സൗബിൻ്റെയൊക്കെ കയ്യിലുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ അതിൻ്റെ യഥാർത്ഥ ചിത്രം പുറത്തു വരുന്നു. ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പാണെന്ന് മഞ്ഞുമൽ ബോയ്സിൻ്റെ നിർമ്മാതാക്കൾ നടത്തിയിരിക്കുന്നത് എന്ന് ഒരർത്ഥശങ്കയ്ക്കും ഇടയില്ലാതെ അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. സാമ്പത്തിക തട്ടിപ്പ്, ഒരാളുടെ നിന്ന് പൈസ തട്ടിച്ചതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എസ് പി പിള്ള സാറ് പറഞ്ഞതുപോലെ നല്ല വെളിച്ചത്തിലെടുത്ത് നല്ല ഇരുട്ടത്ത് കാണിക്കുന്ന സിനിമയിലെ സിനിമാക്കാരന്മാരും അങ്ങനെ ഉള്ളവരാണ് ഭൂരിപക്ഷമെന്ന് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാവുന്നു ഇതിൻ്റെ നിർമ്മാതാക്കൾ കാണിച്ച ഈ സാമ്പത്തിക തട്ടിപ്പ് കാണുമ്പോൾ. ഒരിക്കലും ബാബു ഷാഹിറോ സൗബിൻ ഷാഹിറോ ഒന്നും സ്വപ്നത്തിൽ കണ്ടാണില്ല മഞ്ഞുമൽ ബോയ്സ് ഇന്നത്തെ പോലെ വിജയിക്കുമെന്ന്. ഒരു ഓടാവുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും, നമ്മൾ മുടക്ക് മുതലും വല്ലതും കിട്ടും എന്നൊക്കെ വിചാരിച്ചായിരിക്കും ചെയ്തത്. പക്ഷേ അത് 150 കോടി രൂപ കളക്ട് ചെയ്ത് കയ്യിൽ കൊണ്ട് തരുമെന്ന് അവർ പോലും സ്വപ്നത്തിൽ കരുതായിരിക്കില്ല. അങ്ങനെ നനച്ചിരിക്കാതെ ഇത്രയും കോടികൾ വന്ന് കയറുമ്പോൾ ഒരാളെ കൊണ്ട് ഇച്ചു പോകുന്നു പറയിക്കാതെ സർക്കാരിന് കൊടുക്കാനുള്ള ടാക്സും കടം വാങ്ങിയവർക്കുള്ള പൈസയും ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ എന്തൊരു അന്തസ്സുണ്ടായിരുന്നു ഇല്ലേ. ഈ അന്തസ്സിനെ മുഴുവൻ കെടുത്തി എന്നുള്ളതാണ്. ജാതിയുള്ളത് തൂത്താൻ മാറില്ല എന്ന് പറയും പോലെ, പഴമക്കാർ പറയും പോലെ നമുക്ക് പറയേണ്ടി വരുന്നു. ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കോടതി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് വായിച്ചാൽ ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പാണെന്നാണ് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. മരട് എന്ന് പറഞ്ഞ സ്ഥലത്തെ SHO സ്റ്റേഷൻ ഹെഡ് ആണ് GP സാജു കുമാർ. അദ്ദേഹമാണ്
കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ആലപ്പുഴ അരൂർ സ്വദേശി സിറാജ് വലിയതറ ഹമീദ് നൽകിയ പരാതി കോടതിയിൽ പരിഗണിക്കുമ്പോഴാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഈ പറയുന്ന വലിയ തുറയല്ല, വലിയ തുറ തിരുവനന്തപുരത്താണ്, ഇത് വലിയ തറയിലെ സിറാജ് കൊടുത്തിരിക്കുന്ന പരാതി എന്ന് പറയുന്നത് ഈ സിനിമ ചിത്രീകരിക്കാനായി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു 7 കോടി രൂപ വാങ്ങി. അപ്പോൾ അദ്ദേഹം ഈ മത്സ്യ പുറത്തേക്ക് കയറ്റി അയക്കുന്ന ബിസിനസ് എന്തോ നടത്തുന്ന ആളാണ്, സിനിമാക്കാരനൊന്നുമല്ല. അപ്പോൾ ബാബു ഷാഹിറും സൗബിൻ ഷാഹിറും മുസ്ലിം ആയതുകൊണ്ടായിരിക്കാം ഒരു കാക്കാനെ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നിക്കാണും, ഒരു പ്രൈവറ്റ് ചാനലിൽ നമ്മളൊരു 7 കോടി രൂപ കൊടുത്ത് സഹായിച്ചാൽ നമ്മുടെ സമുദായത്തിൽപ്പെട്ട 2 പേർക്ക് അച്ഛനും മകനും രക്ഷപ്പെടും. ഒപ്പം വളരെ നല്ലൊരു ഓഫറും വെച്ചു. താങ്കൾ 7 കോടി രൂപ തന്നാൽ നമ്മുടെ മഞ്ഞിൽ ബോയ്സ് ഓടുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് 40% താങ്കൾക്ക് തന്നേക്കാം ലാഭവിഹിതമായിട്ട്. അപ്പോൾ ബിസിനസ്സുകാരനാകുമ്പോൾ ആലോചിച്ചാണ് 7 കോടി കൊടുക്കുക, ലാഭവിഹിതം എല്ലാം കൂടെ വരുമ്പോൾ ഒരു 8-10 കോടി രൂപ എനിക്ക് കിട്ടുമായിരിക്കും എന്ന് അദ്ദേഹം കരുതി കാണും. പക്ഷേ ഈ 149 ഏതാണ്ട് 150 കോടി രൂപയോളം കയ്യിൽ വന്നപ്പോഴും 50 ലക്ഷം രൂപ മാത്രമേ അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തിട്ടുള്ളൂ. 50 ലക്ഷം, 7 കോടിയിൽ 50 ലക്ഷം രൂപ കൊടുത്തു. ഇനി 6.5 കോടി രൂപ അത് തന്നെ കൊടുക്കാനുണ്ട്. തിയേറ്ററിൽ OTT സാറ്റലൈറ്റ് വരുമാനത്തിൻ്റെ 40% നൽകാം എന്നായിരുന്നു എഗ്രിമെൻ്റ് വെച്ചത് അദ്ദേഹമായിട്ട്. അപ്പോൾ തിയേറ്ററിൽ കളക്ഷൻ വന്ന എത്ര, അതിൻ്റെ 40%, OTT വിറ്റാൽ എത്ര, അതിൻ്റെ 40%, സാറ്റലൈറ്റ് വിറ്റാൽ എത്ര, അതിൻ്റെ 40% കൊടുക്കാമെന്നായിരുന്നു എഗ്രിമെൻറ്റ്. അവർക്ക് കിട്ടിയ വരുമാനം അനുസരിച്ചാണെങ്കിൽ എനിക്ക് 47 കോടി രൂപ നഷ്ടമായി എന്നാണ് അയാൾ കൊടുത്ത കേസ്. സിറാജ് കൊടുത്തിരിക്കുന്ന കേസ് എനിക്ക് 47 ലക്ഷം രൂപ കിട്ടേണ്ടതാണ്, പക്ഷെ തന്നിട്ടില്ല. സാറ്റലൈറ്റും OTTയും കൂടി മഞ്ഞുമൽ ബോയ്സ് മലയാളത്തിലെ വിറ്റത് 18 കോടി രൂപയ്ക്കാണ്. കേരള റൈറ്റ് കൊടുത്തത് 18 കോടി രൂപ കിട്ടി, സാറ്റലൈറ്റും OTTയും കൂടി. കേരളത്തിൽ മാത്രം ഏതാണ്ട് 35 കോടി രൂപ ഷെയർ വന്നു. ഗ്രോസ് അല്ല, ഷെയർ, അതായത് സർക്കാരിൻ്റെ ടാക്സ് പോയിട്ടുള്ള ബാക്കി വരുമാനം എന്ന് പറയുന്നത് 35 കോടി രൂപയാണ്. തമിഴ്നാട്ടിൽ നിന്നും 15 കോടി രൂപ ഷെയർ വന്നു. 140 കോടി 89 ലക്ഷം 28,890 രൂപ നേടിയെന്നാണ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന കണക്ക്. അപ്പോൾ കോടതിയിൽ പോലീസ് കൊടുക്കണേ ചുമ്മാ എഴുതി വയ്ക്കില്ല, കണ്ണടച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന വലിയതറ സിറാജ് പറഞ്ഞത് വെച്ച് എഴുതില്ല. അവർ കണക്കുകളെല്ലാം ഫയലുകളെല്ലാം പരിശോധിച്ചിട്ടായിരിക്കും അവർ കൊടുത്തിരിക്കുന്നത്. 140 കോടി 80,28,890 രൂപ നേടി. അപ്പോൾ അത് ഗ്രോസാണ്. അതിൽ ടാക്സ് എല്ലാം പോയി കഴിഞ്ഞാൽ, തിയേറ്ററിൻ്റെയും ടാക്സും ഒക്കെ പോയി കഴിഞ്ഞാൽ 45 കോടി 30,25,193 രൂപ ഈ നിർമ്മാതാക്കൾക്ക് കിട്ടി. മഞ്ഞുമൽ ബോയ്സിൻ്റെ നിർമ്മാതാക്കൾക്ക് കിട്ടി. ബാബു ഷാഹിർ, മറ്റേ സൗബിൻ ഷാഹിർ, ഷോൺ ആൻ്റണി, ഇവർക്ക് 3 പേർക്കായിട്ട് 45 കോടി 30,25,193 രൂപ കിട്ടിയിടത്താണ് പടം എടുക്കാനായിട്ട് 7 കോടി രൂപ കൊടുത്ത ആളിന് 50 ലക്ഷം രൂപയും കൊടുത്തിട്ട് കമർത്തിയിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ. OTT, സാറ്റലൈറ്റ്, ഓവർസീസ് അവകാശം, മ്യൂസിക്കൽ റൈറ്റ്, ഡബ്ബിംഗ് റൈറ്റ്സ് എന്നിവയിലൂടെ 96 കോടി രൂപ കിട്ടിയെന്നാണ് പോലീസ് കോടതി കൊടുത്തിരിക്കുന്ന കണക്ക്. 96 കോടി വെച്ച് നോക്കൂ. മനുഷ്യൻ ഈ പൈസ വരുമ്പോഴുള്ള ത്വര, അല്ലെങ്കിൽ ആർത്തി പണ്ടാരോ എന്നാണ് പറയേണ്ടത്. 22 കോടി രൂപ ചിലവായി എന്നാണ് പടം തീർന്നപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞത്. പക്ഷേ 17 കോടി 95 ലക്ഷം രൂപയെ പടത്തിന് ചിലവായിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഗോകുലം ഗോപാലിൽ നിന്ന് 12 കോടിയും ഈ പറയുന്ന ബലിതറക്കാരൻ്റെ നിന്ന് 7 കോടി വാങ്ങിച്ചപ്പോൾ എത്രയായി? 19 കോടി. 17 കോടി 95 ലക്ഷം രൂപയ്ക്ക് തീർന്നെങ്കിൽ 1 കോടി 5 ലക്ഷം രൂപ പടം തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ബാബു ഷാഹിർ, സൗബിൻ ഷാഹിർ, അല്ലെങ്കിൽ ഷോൺ ആൻ്റണി എന്നിവരുടെ കയ്യിലായി എന്നുള്ളതാണ്. 10 പൈസ മുടക്കാതെ 1 കോടി 5 ലക്ഷം രൂപ അപ്പം തന്നെ കയ്യിലായി. 22 കോടി ആയെന്ന് കള്ളം പറഞ്ഞതാണ്. കാരണം 17 കോടി 95 ലക്ഷം രൂപ ആയിട്ടുള്ളതെന്നാണ് പോലീസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്. സമുദ്രോൽപ്പന്ന കയറ്റുമതി നടത്തിയിരുന്ന ആളാണ് വലിയതറ ഹമീദ് എന്നും സിറാജ് എന്നും പറയുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ കയറ്റുമതി തകർന്നു പോയി എന്നാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്ന കേസ്. ഒപ്പം എൻ്റെ ക്യാൻസർ ചികിത്സയും ബാധിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. വലിയതറ ഹമീദ് മരട് പോലീസ് സ്റ്റേഷനിലാണ് വഞ്ചനാ കുറ്റം നൽകിയത്. വലിയ കേസാണ് വഞ്ചനാ കുറ്റം എന്ന് പറഞ്ഞാൽ. കോടതിയിൽ ശരിക്കും കുരുങ്ങാൻ സാധ്യതയുള്ളൊരു കേസാണ്. അന്വേഷണം തുടങ്ങിയപ്പോൾ ഇതിൽ പെടും എന്നുള്ളത് ഉറപ്പായി.
കാരണം തെളിവുകളെല്ലാം ഇപ്പോൾ ബാങ്കിലല്ലേ എല്ലാം വരണത്, അക്കൗണ്ടൊക്കെ. ഓരോ തിയേറ്ററിൽ നിന്നും സാറ്റലൈറ്റിൻ്റെയൊക്കെ പൈസ ബാങ്കിലേക്കാണല്ലോ വരുന്നത്. അപ്പോൾ സൗബിനും ബാബു ഷാഹിറും ഷോൺ ആൻ്റണിയും മുൻകൂർ ജാമ്യം നേടാൻ കോടതിയെ സമീപിച്ചു. അവർക്ക് മനസ്സിലായി ചട്ടിയിലാവുമെന്ന്. 1 മാസത്തേക്ക് കോടതി അറസ്റ്റ് തടഞ്ഞു. വേദനിക്കുന്ന കോടീശ്വരന്മാരെന്ന് പറയാം. കാരണം നനച്ചിരിക്കാതെ ഇത്രയും കോടികൾ വന്ന് കയറുമ്പോൾ, എന്നോട് ഒരാൾ പറഞ്ഞത് ഇവർ എൻ്റെ തൊട്ട് മുമ്പ് ചെയ്ത ഒരു പടത്തിൻ്റെ ലൊക്കേഷനിൽ ചെന്നപ്പോൾ വീട്ടിൽ വെച്ച കഞ്ഞിയും പയറും ചോറും മീൻകറിയൊക്കെ കൊണ്ടുവച്ച് കഴിച്ചാണെന്ന് ആ പടം ഷൂട്ട് ചെയ്തത്. നല്ല ലാഭം കിട്ടിയൊരു പടമായിരുന്നു. ഏത് പടമെന്ന് ഞാൻ ചോദിച്ചില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വീട്ടിൽ നിന്ന് ആഹാരം വെച്ചൊക്കെ കഴിച്ച് സിനിമ എടുത്തുകൊണ്ടിരുന്നവർ പെട്ടെന്ന് 140 കോടി വരുമ്പോൾ ഇങ്ങനെ ആർത്തി കാണിക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ പറയും. കോടതി പോലീസിനോട് കേസ് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിരുന്നു. ഒപ്പം ബാങ്ക് അക്കൗണ്ട് മുഴുവൻ ഫ്രീസ് ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞ വേദനിക്കുന്ന കോടീശ്വരനെന്ന്. കാരണം കോടിക്കണക്കിന് രൂപ ബാങ്കിൽ വരും, പക്ഷേ 10 പൈസ അതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. ഫ്രീസ് ചെയ്തു കോടതി. മുൻകൂർ ജാമ്യം നൽകരുത്, കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം എന്നെല്ലാം മരട് SHO, ഞാൻ നേരത്തെ പറഞ്ഞ GP സാജുകുമാർ നൽകിയ റിപ്പോർട്ട് ഒപ്പമുണ്ട്. ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യണം. കാരണം തെളിവുകളെല്ലാം ഇവർക്കെതിരാണ്. ഇവർ ഉറപ്പായിട്ടും സിറാജിനോട് വഞ്ചന നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് അകത്തിടണമെന്നാണല്ലോ. കേസിൻ്റെ വിധി അടുത്ത ആഴ്ച പറയാമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പ്രോഗ്രാം ഇപ്പോൾ ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച ആകുമ്പോൾ വിധിയാവും. ഇവരെ മുൻകൂർ ജാമ്യമൊക്കെ നിഷേധിച്ച് പിടിച്ചകത്തിടുമോ അല്ല ജാമ്യം തുടരുമോ എന്നുള്ളതൊക്കെ അടുത്ത ആഴ്ച അറിയാം. എനിക്ക് ചോദിക്കാനുള്ളത് ബാബു ഷാഹിറിനോടാണ് ഞാൻ ചോദിക്കുന്നത്. സൗബിനെയും വിടുന്നു, ഞാൻ മറ്റേ പയ്യനെയും ഞാൻ വിടുന്നു, ആ സെക്രട്ടറി എന്ന് പറഞ്ഞ ആളിനെയും വിടുന്നു. സെക്രട്ടറിക്ക് അവർ പറയണല്ലേ ചെയ്യാൻ പറ്റൂ, റാൻ മുള്ളാനെ പറ്റൂ, ഷോൺ ആൻ്റണിക്ക്. പക്ഷേ ബാബു ഷാഹിറിന് ഈ പണി വല്ലതും വേണമായിരുന്നു എന്ന് ഞാൻ ചോദിക്കും. 12 കോടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗോകുലം കൊടുത്തു. പടം റിലീസ് ചെയ്ത് 30 ദിവസത്തിനകം 15 കോടി കൊടുക്കണമെന്നായിരുന്നു എഗ്രിമെൻറ്റ്. ഉറപ്പായിട്ട് കൊടുത്തിരിക്കും. കൊടുത്തില്ലെങ്കിൽ വിവരം അറിയും. കാരണം ഗോകുലമാണ്, അവരുടെ വലിയ വലിയ വക്കീലന്മാരൊക്കെ ഉള്ള സ്ഥാപനമാണല്ലോ. അതുകൊണ്ട് കൊടുത്തിരിക്കും. അതുപോലെ തന്നെ ഇനി ഉള്ള കാലം ഗോകുലം ഗോപാലിൻ്റെ പേരും ഗോകുലം പ്രസൻസ് എന്നൊക്കെയുള്ള ടൈറ്റിലും ഒക്കെ ആ പടത്തിലുണ്ടാവും. എന്തായാലും ഗോകുലം ഗോപാല സാറിന് എന്താ പറയുക ലാഭമായി എന്തായാലും. അപ്പോൾ അദ്ദേഹത്തിന് 3 കോടി രൂപ ലാഭവും കിട്ടി. മഞ്ഞുമൽ കാണുന്നവരെല്ലാം ഗോകുലമാണ് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് ചുമ്മാ എങ്കിലും വിചാരിച്ചോളൂ. ഇതുപോലെ മാന്യമായി വലിയതറ ഹമീദിനോടും കാണിക്കാമായിരുന്നു എന്നാണ് എൻ്റെ പക്ഷം. ഒന്നുമില്ലെങ്കിൽ സ്വന്തം സമുദായത്തിൽപ്പെട്ട ഒരാളല്ലേ, അങ്ങനെ പറ്റിക്കാൻ പാടില്ലായിരുന്നു അയാളെ. 7 കോടി നൽകിയ സിറാജിന് 50 ലക്ഷം രൂപ ഇതുവരെ കൊടുത്തിട്ടുള്ളൂ. 10 പൈസ സ്വന്തം കയ്യിൽ നിന്ന് ഇറക്കാതെ 12 കോടി ഗോകുലത്തിൻ്റെ നിന്ന് ഞാൻ നേരത്തെ കണക്ക് പറഞ്ഞല്ലോ, വീണ്ടും അത് പറയേണ്ടെന്ന് തോന്നുന്നു. 7 കോടി സിറാജിൽ നിന്നുമൊക്കെ വാങ്ങി തുടങ്ങി 17 കോടി 95 ലക്ഷത്തിന് തീർത്ത പടം. എന്നിട്ട് എന്താ പറയുക, പടം തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ 1 കോടി 5 ലക്ഷം രൂപ പോക്കറ്റിലായി. നിനക്ക് കിട്ടുന്ന സമ്പത്തിൻ്റെ 2.5%. ഞാൻ ഈ അടുത്ത കാലത്താണ് അത് മനസ്സിലാക്കിയത്. ലുലു ഗ്രൂപ്പ് ഉടമ യൂസഫ് അലി സാർ പറഞ്ഞ ഒരു പ്രസംഗത്തിൽ നിന്നാണ് എനിക്കത് മനസ്സിലായത്. മുസ്ലിം സമുദായത്തിൽ അങ്ങനെ ഒരു തീരുമാനമുണ്ടെന്ന്. അതായത് നിനക്ക് എത്ര വരുമാനം കിട്ടുന്നോ അതിൻ്റെ 2.5% നീ പാവങ്ങൾക്ക് സക്കാത്ത് കൊടുക്കുന്നത് പോലെ വീതിച്ചു കൊടുത്തില്ല എങ്കിൽ നിൻ്റെ പൈസ ബ്ലാക്ക് മണി ആയിരിക്കുമെന്നാണ് അവരുടെ എന്താ പറയുക നബി പറഞ്ഞിട്ടുള്ളതെന്നാണ് യൂസഫ് അലി സാർ പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് എത്രയോ ലക്ഷം കോടിയല്ലേ വരുമാനം. പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് ഞാൻ 2.5% പാവപ്പെട്ടവർക്ക് വീതിച്ച് കൊടുക്കാറുണ്ടെന്നത് അത് എന്തെല്ലാം പുണ്യപ്രവൃത്തി ചെയ്യുന്നില്ലേ. ഒന്നുമില്ലെങ്കിലും ഗാന്ധി ഭവനിൽ 10-16 കോടി 17 കോടി കൊടുത്ത് അമ്മമാർക്കൊരു കെട്ടിടം കെട്ടിക്കൊടുത്തു. അടുത്തത് 20 കോടിക്ക് കെട്ടിടം പണിതുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ സൗബിനും ബാബു ഷാഹിറും ചെയ്തത് മുസ്ലിം സമുദായത്തിന് തന്നെ വിരുദ്ധമാണ്. കാരണം കടം വാങ്ങിച്ചതുപോലും തിരിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ സക്കാത്ത് കൊടുക്കാത്ത പോട്ടെ, പക്ഷേ പട്ടിയെ വിട്ട് കടുപ്പിച്ചെന്ന് പറഞ്ഞതല്ലേ, കടം വാങ്ങിച്ചതും കൊടുക്കില്ല ലാഭവും കൊടുക്കില്ല എന്ന് പറയുന്നത് എന്താ അർത്ഥത്തിലാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ 7 കോടി രൂപ ഞങ്ങൾക്ക് തന്നു, പടച്ചോൻ വാരിക്കോരി ഞങ്ങൾക്ക് 150 കോടിയോളം തന്നു. നിങ്ങൾക്ക് തരാനുള്ള 7 പിന്നെ ഒരു 10 ചേർത്ത് ഒരു 17 കോടി ഞങ്ങൾ തരാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ചിലപ്പോൾ ഈ പറയുന്ന വലിയതറ സിറാജ് എന്ന് പറയുന്ന ആൾ സമ്മതിച്ചനെ. കാരണം 7 കോടി മുടക്കിയ ആളിന് 17 കോടി കിട്ടിയാലും അദ്ദേഹം ശരി പോട്ടെ, ഇത്തവണത്തേക്ക് പോട്ടെ എന്ന് വെച്ചേനെ ചിലപ്പോൾ, അറിയില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് 49 കോടി രൂപ കിട്ടാനുള്ള അവകാശമുണ്ട് എഗ്രിമെൻ്റ് പ്രകാരം. തിയേറ്ററിൽ നിന്ന് മാത്രം 45 കോടി 30,25,193 രൂപ കിട്ടിയതല്ലേ. അല്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് കിട്ടിയ
ആ ഈ പറയുന്ന 45 കോടി 30 ലക്ഷം രൂപയും നിങ്ങളെടുത്തു. ഞങ്ങൾക്ക് സാറ്റലൈറ്റും OTTയും കുന്തും കുടച്ചക്രവും എല്ലാം കൂടെ വയ്ക്കുന്നതിൽ ഏതാണ്ട് 100 കോടി രൂപയോളം കിട്ടില്ല. ഞങ്ങൾക്ക് അത് മതി എന്ന് പറഞ്ഞിരുന്നെങ്കിലും അവർ ഈ പറയുന്ന വലിയതറ സിറാജ് സന്തോഷത്തോടെ വാങ്ങിയേനെ. കാരണം ഞങ്ങൾക്ക് 10-96 കോടി അല്ലാതെ കിട്ടുമല്ലോ. അതുകൊണ്ട് നിങ്ങളിതെടുത്തോ, തിയേറ്ററിലെ കളക്ഷൻ മുഴുവൻ നിങ്ങളെടുത്തോ എന്ന് പറഞ്ഞതെങ്കിലും ഈ കേസും വയ്യാവലിയൊന്നും വരില്ലായിരുന്നു, അക്കൗണ്ട് ഫ്രീസ് ആവില്ലായിരുന്നു, പൊതുജനങ്ങളുടെ മുന്നിൽ നാറില്ലായിരുന്നു. ഇതിപ്പോൾ പോലീസ് കോടതിക്ക് കൃത്യമായ കണക്ക് സമർപ്പിച്ചതിനാൽ പൈസ പറഞ്ഞ് ഇൻകം ടാക്സും GSTയും എല്ലാം കൂടി ചേർന്ന് ഒരു പൂട്ടും ഈ ഷാഹിർമാരെ എന്നുള്ള കാര്യം ഉറപ്പാണ്. പൂട്ടും. അവർ വിടുമോ? തെളിവിരിക്കുകയല്ലേ അവരിൽ. കോടതിയിൽ കൊടുത്ത തെളിവ് മതിയല്ലോ. അവർക്ക് ഫയലുകളൊക്കെ എടുത്ത് ചികഞ്ഞ് നോക്കേണ്ട ഒരു കാര്യമില്ല. പൂട്ടും. അപ്പം കുറേ കോടി അവർ കൊണ്ടുപോകും. ഒരു 10-20 കോടി രൂപ അവർ കൊണ്ടുപോകും എന്നുള്ള കാര്യം ഉറപ്പായി. ഇനി ഇതുപോലൊരു പ്രോജക്റ്റ് ആരെങ്കിലും ഡിസൈഡ് ചെയ്താൽ ആരെങ്കിലും 10 പൈസ മുടക്കുമോ എന്ന് ഈ ഷാഹിർമാർ ആലോചിക്കണമായിരുന്നു. മലയാള സിനിമയിൽ ഇപ്പം ഞാൻ ഇതുപോലൊരു പ്രോജക്റ്റുമായിട്ട് പോയി ഇതുപോലെ ആരെങ്കിലും ചെന്ന് കണ്ട് എനിക്ക് കുറച്ച് കാശ് തന്ന് സഹായിക്കണം, ഞാൻ പടം തിയേറ്ററിലെത്തി ഇത്ര ദിവസത്തിനകം താങ്കൾക്ക് ഇത്ര രൂപ തരാം, ലാഭവും ചേർത്ത് എന്ന് പറഞ്ഞാൽ ആര് തരും? ഇപ്പം ഞാൻ പറയട്ടെ, എനിക്ക് ഗുഡ് നൈറ്റ് മോഹൻ സാറുമായിട്ട് നല്ല ബന്ധമുണ്ട്. അദ്ദേഹം സിനിമയൊക്കെ നിർത്തിയിരിക്കുന്നതാണെങ്കിലും ഞാൻ ബോംബെയിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ കരഞ്ഞ് കാല് പിടിച്ച് എനിക്കൊരു പ്രോജക്റ്റ് കിട്ടുകയാണ്, എന്നെ ഒരു 20 കോടി രൂപ ഒന്ന് സഹായിക്കണം, ഞാൻ എന്തെല്ലാം എഗ്രിമെൻ്റ് ഉണ്ടോ എഴുതി തന്നേക്കാം, സഹായിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം ബില്ലിങ് ആവും. പക്ഷേ ഇത് ഇങ്ങനെയുള്ള ഈ പറ്റിപ്പ് കണ്ടാൽ മോഹൻ സാർ ആലോചിക്കാതിരിക്കുമോ? ദിനേശ് വാചകമൊക്കെ അടിക്കും, ഇവൻ പറ്റിക്കില്ല എന്നെന്താ ഉറപ്പെന്നേ ആലോചിക്കൂ. കാരണം ബാബു ഷാഹിറിനെ പരിചയമുള്ളവർക്ക് ആർക്കും ഇങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല ഇങ്ങനെ പറ്റിക്കുമെന്ന്. എന്തായാലും പറ്റിച്ചു. എന്തിന് പൊല്ലാപ്പിച്ചെന്ന് ചാടി വല്ലവനും കോടികൾ ഉണ്ടാക്കാൻ നിന്ന് കൊടുക്കണമെന്ന് ആലോചിക്കുള്ളൂ. നമ്മൾ ആവശ്യമില്ലാതെ അവരുടെ അക്കൗണ്ടിൽ കിടന്നാൽ ബാങ്ക് പലിശയാണെങ്കിലും ചെറിയ പലിശ കിട്ടുമല്ലോ എന്ന് വിചാരിക്കും. ആകപ്പാടെ ഷാഹിർ മോനും ബാപ്പയും നേടിയെടുത്ത പുരസ്കാരം ഇപ്പോൾ അതുമാത്രമായി മഞ്ഞുമൽ ബോയ്സിൻ്റെ എല്ലാ തിളക്കത്തിനെയും നശിപ്പിച്ചു എന്നുള്ളതാണ് അച്ഛനും മോനും കൂടി. ഇതിനൊക്കെ ആരെങ്കിലും ചതി അല്ലെങ്കിൽ ചതിയന്മാർ എന്ന് പേര് വിളിച്ചാൽ അങ്ങനെ പറയല്ലേ എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ബാബു ഷാഹിറിനെ അങ്ങനെ പറയല്ലേ എന്ന് ഇനി ആരെങ്കിലും പറയുമോ? ഞാൻ പറയില്ല. കാരണം പറ്റിച്ചത് തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫാസിലിനോടൊപ്പം ഉണ്ടായിരുന്നപ്പോഴൊക്കെ ഈ ബാബു ഷാഹിർ വളരെ മാന്യനായ മനുഷ്യനായിരുന്നു. വളരെ സിമ്പിൾ മാനാണ് ബാബു ഷാഹിർ. നിങ്ങളുടെ മുറ്റത്ത് കാശ് വളരുന്നത് വീട്ടിലിരുന്ന് കാണാം എന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യം വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ എല്ലാ ദിനപത്രങ്ങളിലും ഒരു പേജ് പരസ്യം വന്നു. എത്ര പേര് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര പേർക്ക് അതിൻ്റെ ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് തന്നെ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ പൈസ വളരുന്നത്. എങ്ങനെയെന്ന് ചോദിച്ചാൽ 1000 രൂപ ഒരു ഷെയറിന്. അങ്ങനെ നിങ്ങൾ എത്ര ഷെയർ എടുക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ലാഭവിഹിതം തിയേറ്ററിൽ നിന്ന് വരുന്ന കളക്ഷൻ അനുസരിച്ച് നിങ്ങളുടെ ലാഭവിഹിതം അപ്പം തന്നെ വീതിച്ച് നൽകാമെന്നൊക്കെ പറഞ്ഞാണ് ആ ഒരു പേജ് പരസ്യം കൊടുത്തിരുന്നത്. ആ കൊടുത്തത് തൃശ്ശൂർ തട്ടിപ്പുകാർ ഒരുപാടുള്ള സ്ഥലം എന്നാണ് പറഞ്ഞത്. കാരണം തൃശ്ശൂർ റൗണ്ടിൽ 1000-ഓളം കുറിക്കമ്പനി ഉണ്ടെന്നാണ് പറയുന്നത്. ദിവസവും ഒരു 10 കുറിക്കമ്പനിയെങ്കിലും പൊളിയുന്നു. അപ്പോൾ അതിൻ്റെ മുന്നിൽ വന്ന് കിടന്ന് ആർത്തട്ടഹസിച്ച് നെഞ്ചിലിടിച്ച് കരഞ്ഞൊക്കെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ കരയുമെന്ന്. കാരണം കല്യാണത്തിന് സ്വർണ്ണം വാങ്ങിക്കാൻ വെച്ചിരുന്ന പൈസയാണ് ഇവിടെ കൊണ്ടിട്ടത്, ഞാൻ ചിട്ടി കെട്ടിയത് ഗൾഫിൽ പോകാൻ അല്ലെങ്കിൽ UK പോകാനുള്ള പൈസയ്ക്ക് വേണ്ടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറ്റിച്ചിട്ട് ഒരു നാൾ ചിട്ടി കമ്പനി അങ്ങ് പൂട്ടും. വടക്കുന്നാഥൻ ചിട്ടി കമ്പനി എന്നായിരിക്കും പേരെന്ന് വെച്ചോളൂ. അത് പൂട്ടും. 6 മാസം കഴിഞ്ഞ് അവൻ ഗുരുവായൂരപ്പൻ ചിട്ടി കമ്പനി എന്ന് പറഞ്ഞാൽ അവൻ തന്നെ തുടങ്ങുന്നു. അവിടെ ഈ പറ്റിച്ച ആളുകൾ എന്നെ കൊണ്ടുവന്ന് വീണ്ടും അടുത്ത ചിട്ടി കമ്പനി കുറിക്കമ്പനി കൊണ്ട് ഇടുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ തൃശ്ശൂരിലെ റൗണ്ടിലെ കുറിക്കമ്പനികളിൽ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട ആൾക്കാർ തൃശ്ശൂരുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ എന്നാലും അടുത്ത ഒരു കുറിക്കമ്പനിയുടെ ബോർഡ് കണ്ടാൽ അവിടെ കയറി പൈസ കൊണ്ടിട്ട് ചിട്ടി തുടങ്ങും എന്ന് പറഞ്ഞതുപോലെ ഈ ചക്രവർത്തിനി ഫിലിം കോർപ്പറേഷൻ എന്ന് പറഞ്ഞ കമ്പനിയായിരുന്നു നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് സിനിമ വളരുന്നത്, പൈസ നിങ്ങളിടുന്ന 1000 രൂപയുടെ ഷെയർ വളരുന്നത് കാണാമെന്ന് പറഞ്ഞ് ഒരു പേജ് പരസ്യം കൊടുത്തത് തൃശ്ശൂരിൽ നിന്നാണ്. ചക്രവർത്തിനി ഫിലിം കോർപ്പറേഷൻ എന്നായിരുന്നു ആ തട്ടിപ്പ് സംഘത്തിൻ്റെ പേര്. അവരൊരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചു. അവർ സിനിമ നിർമ്മിക്കും, എന്നിട്ട് അത് തിയേറ്ററിൽ കളിക്കും. അന്നൊന്ന് വരുന്ന വരുമാനത്തിൽ നിന്ന് ഷെയർ തന്നവർക്കെല്ലാം വീതിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാണ് പരസ്യം കൊടുത്ത പാവങ്ങളിൽ നിന്ന് പൈസ വാങ്ങിച്ചത്. കോടിക്കണക്കിന് രൂപ പിരിച്ചു അന്നത്തെ കാലത്ത്. എനിക്ക് ആധികാരികമായി പറയാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ചക്രവർത്തിനി ഫിലിം കോർപ്പറേഷൻ ഒരൊറ്റ സിനിമയെ നിർമ്മിച്ചുള്ളൂ, സങ്കീർത്തനം പോലെ എന്നായിരുന്നു ആ പടത്തിൻ്റെ പേര്. ആ പടം ജേസി സാറാണ് ഡയറക്റ്റ് ചെയ്തത്, ഞാനായിരുന്നു അസോസിയേറ്റ്. അപ്പോൾ ദിവസവും അവിടെ നടക്കുന്ന തരികിട കളികൾ മുഴുവൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അരിമ്പൂർ പാപ്പച്ചൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിൻ്റെ മാസ്റ്റർ ഹെഡ്. അദ്ദേഹം മരിച്ചുപോയെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം നാടകരംഗത്ത് നിന്ന് വന്ന ആളാണ്. സദാസമയം ബീഡി ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്ന, നാടകത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചും ഒക്കെ ആധികാരികമായി വാചകം അടിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഞാൻ കൗതുകത്തോടെ കേട്ടോണ്ടിരുന്നിട്ടുണ്ട് ഈ മനുഷ്യൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഒരു ചേരിയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. പക്ഷേ സംസാരിക്കുന്ന എല്ലാം ഗുഡ് നൈറ്റ് മോഹനേക്കാളും മുകളിലുള്ള കാര്യങ്ങളാണ്.
കൂടെ ഒരു ഡോക്ടർ, കുറേ സ്ത്രീകൾ ഒക്കെ നടപ്പുണ്ട്. എല്ലാം പാർട്ട്ണർമാരാണെന്ന് പറയുന്നത്. ഈ സഹകരണ സംഘത്തിൻ്റെ പാർട്ട്നേഴ്സാണ്. ഇവരെല്ലാം കൂടെ ചേർന്നാണ് കമത്തിയത്. ഇവരിൽ നിന്നും കുറേ പൈസ പോയിരിക്കാം. എന്തായാലും അരിമ്പൂർ പാപ്പച്ചൻ ഒരു 3-4 വർഷം അദ്ദേഹത്തിൻ്റെ കുറേ എർത്തുകളും സുഖിച്ച് ജീവിച്ചു. ഞാനും ജെ സി സാറുമൊക്കെ അവിടെ എന്താ പറയുക, ലൂസിയ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. അവിടെ തന്നെ വീട്ടിൽ പോയൊന്നുമില്ല. പാപ്പച്ചനും അവിടെ തന്നെ റൂമൊക്കെ എടുത്ത്, AC റൂമൊക്കെ എടുത്ത് സുഖിച്ച് ജീവിച്ച് ഒരു 3 വർഷം വേഷം പുട്ടടിച്ചതുമാണ്. 1 രൂപ ആർക്കും കിട്ടിയില്ല എന്നുള്ളതാണ്. ഒന്നാമത് പടം പൊളിഞ്ഞു പോയി. കാരണം അരിമ്പൂർ പാപ്പച്ചൻ്റെ തിരക്കഥയാണ്. അരിമ്പൂർ പാപ്പച്ചൻ പറയുന്ന ആർട്ടിസ്റ്റുകളെ വയ്ക്കണം, അരിമ്പൂർ പാപ്പച്ചൻ പറയുന്ന ആളിൻ്റെ പാട്ട്. ജെ സി സാർ പറഞ്ഞ ജോൺസനെ സംഗീതം വെച്ചു, ശങ്കുണ്ണേട്ടനെ എഡിറ്റിംഗ് വെച്ചു, അങ്ങനെ ആരൊക്കെ വെച്ചുള്ളൂ. ബാക്കിയെല്ലാം അരിമ്പൂർ പാപ്പച്ചൻ പറഞ്ഞവരാണ്. അവരെയൊക്കെ വെച്ചാണ് പാട്ടൊക്കെ ആരോ ഈ ഷെയർ ടോമാരൊക്കെയാണ് എഴുതിയത്. മുരളിയും ഗണേശനും രാജംബി ദേവും ഗീതയും രേഖയും മാധുവും ഒക്കെ ഉള്ള സിനിമയായിരുന്നു. പക്ഷേ കാലണയ്ക്ക് വിൽക്കാത്ത ഒരു തല്ലുപൊളി കഥ. പക്ഷേ ജെ സി സാറിനോട് ഞാൻ ഇത് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട് ദിനേശ് എന്നിട്ട്. അപ്പോൾ സാറിന് എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടെങ്കിൽ സാറിൻ്റെ മുഖത്ത് നോക്കി അറിയാം, ഒരു കുസൃതി ചിരിക്കും. സാറൊരു ചിരിയോടെ എൻ്റെ ഒരു ദിവസം ചോദിച്ചു, ആ വലിയ മനുഷ്യനെ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ലൂസിയ ഹോട്ടലിൽ സാറ് താമസിക്കുന്നതിൻ്റെ നേരെ എതിർവശത്തെ റൂം, ബാത്ത് ടബ് വരെയുള്ള, അതായത് കിടന്ന് കുളിക്കാനുള്ള ടബ് വരെയുള്ള AC സൂട്ട് റൂമാണ് എനിക്ക് എടുത്തു തന്നെ. ഞാനതിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ എനിക്കൊരു വൈക്ലബ് ആയിട്ട് ഞാൻ എൻ്റെ അസിസ്റ്റൻ്റായിരുന്ന സാബു കരിമണൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അസിസ്റ്റൻറ്റിനെ കൂടി എൻ്റെ റൂമിൽ കിടത്തി. എനിക്ക് ഒറ്റയ്ക്ക് എടുത്തു തന്ന റൂമാണ്. പക്ഷേ ഞാൻ പറഞ്ഞു അത് വേണ്ട, സാബും കൂടെ വരട്ടെ എന്ന് സാബുവിനും കൂടെ എൻ്റെ റൂമിൽ കിടത്തി. അന്നത്തെ കാലത്ത് വലിയ തുകയുള്ള സൂട്ട് റൂമിലാണ് ഞാൻ താമസിക്കുന്നത്. അതൊക്കെ എൻ്റെ ഗുരുനാഥനായ, ഞാൻ അച്ഛനെ പോലെ സ്നേഹിക്കുന്ന മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തിന് എടുത്തതുപോലത്തെ റൂം തന്നെ ദിനേശിന് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാനിപ്പോഴും അതൊക്കെ ഓർക്കുന്നു. എന്തായാലും ചക്രവർത്തിനി ഫിലിം കോർപ്പറേഷനിലിട്ട 1 രൂപ പോലും ഒരാൾക്കും കിട്ടിയിട്ടില്ല. അകാലത്തിൽ ആ ഒരു പടം കഴിഞ്ഞപ്പോഴും പിന്നെ അടുത്ത ഒരു വർഷം 10 പടം എടുക്കുമെന്നൊക്കെയാണ് പരസ്യം കൊടുത്തത്. ആ സ്ഥാപനം പൂട്ടി കേസും വഴക്കുമൊക്കെ ആയിട്ട് നടക്കുകയും അരിമ്പൂർ പാപ്പച്ചൻ അടക്കമുള്ളവർ മരിച്ചു പോവുകയും ചെയ്തു. പൈസ ഇട്ട ഒരാളിനും കിട്ടിയില്ല പൈസ. അങ്ങനെയാണ് എന്താ പറയുക, സങ്കീർത്തനം പോലെ ചക്രവർത്തിനി ഫിലിം കോർപ്പറേഷൻ ആളുള്ള പൈസ ഇങ്ങോട്ട് പോയത്. പിന്നെ ഒന്ന് പറയാനുള്ളത്, നമ്മുടെ വൈശാലി രാമചന്ദ്രൻ, അറ്റ്ലസ് ജ്വല്ലറി രാമചന്ദ്രൻ ഉണ്ടല്ലോ, രാമേന്ദ്ര സാറ് സുഹൃതം എടുത്ത അദ്ദേഹമാണല്ലോ. അദ്ദേഹം കുറേ സിനിമ ചെയ്തു, വൈശാലി അടക്കം. വൈശാലി ധനം പോലുള്ള കുറച്ച് സിനിമ എടുത്തപ്പോൾ അദ്ദേഹത്തിന് തോന്നി അദ്ദേഹത്തിൻ്റെ ഈ ചന്ദ്രകാന്ത് ഫിലിംസ് എന്നുള്ള ബാനർ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആക്കണമെന്ന് തോന്നി. അദ്ദേഹം അത് കമ്പനിയാക്കി 3 പാർട്ട്നേഴ്സ്. ഒന്ന് വൈശാലി രാമചന്ദ്രൻ, അറ്റ്ലസ് ജ്വല്ലറി രാമചന്ദ്രൻ, മറ്റൊന്ന് സുകുമാരൻ, വേറൊന്ന് വർക്കലക്കാരനായ ഒരു രാജൻ. കമ്പനിയൊക്കെ ഫോം ചെയ്തു. അവരാദ്യമായിട്ട് എടുത്ത പടമാണ് സുഹൃതം. അപ്പോൾ ആ സുഹൃത്തിന് മികച്ച പ്രാദേശിക ചിത്രത്തിനുള്ള നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അവാർഡ് വാങ്ങേണ്ടത് ഈ 3 പാർട്ട്നേഴ്സും കൂടി കയറിയല്ലേ രാഷ്ട്രപതിയിൽ നിന്ന് വാങ്ങാൻ. പക്ഷേ ഡൽഹി ചെന്ന് വിജ്ഞാൻ ഭവനിൽ ചെന്ന് ഈ ഷീൽഡ് കൈപ്പറ്റിയത് വൈശാലി അറ്റ്ലസ് ജ്വല്ലറി രാമചന്ദ്രനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ചേർന്നാണ് വാങ്ങിച്ചത്. ഈ പൈസ മുടക്കിയ 2 പേരും വാളന്നമാരെ പോലെ നോക്കിക്കൊണ്ട് നിൽക്കേണ്ടി വന്നു. ഒന്നും പ്രതികരിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വേണുവിനെ വെച്ച് ചകോരം എന്ന് പറഞ്ഞൊരു നല്ല സിനിമ ചെയ്തു. പക്ഷേ അതൊരു മഴക്കാലത്ത് കൊണ്ടൊന്ന് റിലീസ് ചെയ്ത് പൊളിഞ്ഞു. എന്തിനു പറയുന്നു, 2ഓ 3ഓ പടത്തിന് വേണ്ടി ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പേരിൽ രാമചന്ദ്ര സാറും സുകുമാരനും രാജനും കൂടി പൈസ മുടക്കി. 1 രൂപ പോലും ഈ മുടക്കിയ രാജനോ സുകുമാരനോ കിട്ടിയില്ല എന്ന് മാത്രമല്ല, രാഷ്ട്രപതിയുടെ അവാർഡ് കിട്ടിയപ്പോൾ അത് അറ്റ്ലസ് ജ്വല്ലറി രാമചന്ദ്രനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ കയറി വാങ്ങുകയും ചെയ്തു. അതുപോലും വാങ്ങാനുള്ള ഭാഗ്യം അവർക്ക് കിട്ടിയില്ല. അതോടുകൂടി ചന്ദ്രകാന്ത് ഫിലിംസ് പ്രൈവറ്റ് ലിമിറ്റഡ്, അല്ലെങ്കിൽ ചന്ദ്രകാന്ത് എന്ന് പറഞ്ഞ നിർമ്മാണ കമ്പനി, അല്ലെങ്കിൽ അറ്റ്ലസ് ജ്വല്ലറി രാമചന്ദ്രൻ സിനിമാ നിർമ്മാണം നിർത്തി ചകോരത്തോടെ. ആ പറഞ്ഞ പാർട്ട്നേഴ്സിൽ ഒരാളായ സുകുമാരൻ എന്ന് പറഞ്ഞ ആളാണ് പിന്നെ സ്വയംവര പന്തലും എൻ്റെ ബംഗ്ലാവിൽ അവധിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത, വലയം സീരിയൽ പ്രൊഡ്യൂസ് ചെയ്ത സുകുമാര ഷാർജ. സുഹൃതം നടക്കുമ്പോൾ അദ്ദേഹം ഒരു കാഷ്യറെ പോലെ ഒരു ബാഗും തൂക്കി നടന്ന കാര്യമൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല. അങ്ങനെ ചന്ദ്രകാന്ത് പോയി, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും പൊളിഞ്ഞു. ഞാൻ അപ്പോഴൊക്കെ ആലോചിക്കുന്നത്, ഇപ്പോൾ കേരളത്തിൽ എന്താ പറയുക, ഇന്ത്യയിലെ പ്രബലമായ സ്വർണ്ണക്കടകളിലെ ഏറ്റവും പ്രബലമായ സ്ഥാപനമാണല്ലോ മലബാർ ഗോൾഡ്. ഒരു വലിയ സഹകരണ സ്ഥാപനമല്ല, ഒരുപാട് പേര് പാർട്ട്നേഴ്സുള്ള മലബാർ ഗോൾഡ്. എത്ര വമ്പൻ വിജയമല്ലേ, എത്ര ഫ്രാഞ്ചൈസി അവർക്ക്, ലോകം മുഴുവനാകുന്നു എന്ന് തോന്നുന്നു. കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടല്ലോ മലബാർ. അതുപോലെ തന്നെ 40,000-48,000 പേര് ജോലിക്കാരുള്ള ഊരാളിങ്കൽ സൊസൈറ്റി. ഇപ്പോൾ തിരുവനന്തപുരം നഗരം മുഴുവൻ ഇലക്ട്രിക് ലൈനെല്ലാം ഭൂമിക്ക് അടിയിലൂടെ ആവുകയാണല്ലോ. ഞാനിപ്പോൾ ഇത് ചിത്രീകരിക്കുന്നതിന് മുമ്പ് തൈക്കാട്
ആശുപത്രിയിലെ ക്യാൻറ്റീനിൽ പോയി ചായ കുടിക്കാൻ ചെല്ലുമ്പോൾ തൈക്കാടുള്ള റോഡിൻ്റെ വീതി കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോവുകയാണ്. കാരണം 6 വരിയാണോ 8 വരിയാണെന്നുള്ള ഇങ്ങനെ കണ്ണെത്താ ദൂരം കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എല്ലാ റോഡുകളും ഊരാളുങ്കൽ ചെയ്യുകയാണ്. അപ്പോൾ 48,000 തൊഴിലാളികളെന്തോ തന്നെ അവർക്കുണ്ട്. ഞാൻ പറയുന്നത് ഊരാളുങ്കൽ സഹകരണ സംഘം പോലെ, മലബാർ ഗോൾഡിൻ്റെ പോലെ എന്തുകൊണ്ട് സിനിമയിലൊരു സഹകരണ സംഘം വരുന്നില്ല എന്ന് ഞാൻ ആലോചിക്കുക. നല്ല സിനിമ അറിയാവുന്നവരും സിനിമ അറിഞ്ഞൂടാത്തവരും ആയിക്കോട്ടെ, അവരെല്ലാവരും കൂടി ചേർന്ന് ഒരു സൊസൈറ്റി ഉണ്ടാക്കിയാൽ നേരെ വാ നേരെ പോ, ഊരാളുങ്കൽ പോലെ മലബാർ ഗോൾഡ് പോലെ നേരെ വാ നേരെ പോ എന്നുള്ളതാണ്. മലബാറിൽ സ്വർണ്ണം വാങ്ങിച്ചാൽ ടാക്സ് ഒന്നും വെട്ടിക്കാക്കൂലല്ലോ, ടാക്സ് ഇല്ലാതെ അവർ സാധനങ്ങൾ തരില്ലല്ലോ. അതുപോലെയാണ് ഊരാളുങ്കലും. ഊരാളുങ്കൽ സൊസൈറ്റി ഇവിടെ ഒരുപാട് പേര് പലതും പറയുന്നുവെങ്കിൽ പോലും സർക്കാരിൻ്റെ ഏറ്റവും കൂടുതൽ എന്താ പറയുക കൺസ്ട്രക്ഷൻ വർക്കുകൾ എടുക്കുന്ന ഇപ്പോൾ ഊരാളുങ്കലാണ്. ഏതോ ഒരു വർക്ക് കഴിഞ്ഞ കഥ ഞാൻ കോഴിക്കോട്ടെന്തോ ചെയ്തതിൻ്റെ ഒരു കഥ കേട്ടപ്പോൾ എനിക്ക് അതിശയം തോന്നി. കാരണം അവർ 50 കോടിക്കോ 80 കോടിക്കോ എന്തോ ഒരു വർക്ക് എടുത്തിട്ട് അവർക്കത് വിചാരിച്ചതിനേക്കാൾ ചിലവ് കുറച്ച് ചെയ്ത് തീർക്കാൻ കഴിഞ്ഞപ്പോൾ 22 കോടിയോ 28 കോടിയോ തിരിച്ച് സർക്കാരിന് കൊടുത്തു. അതായത് നിങ്ങൾ തന്ന പൈസ കൂടിപ്പോയി, ഞങ്ങൾക്ക് ഇത്രയും വേണ്ടി വന്നില്ല, ഞങ്ങളുടെ ലാഭവും തൊഴിലാളികളുടെ ശമ്പളവും എല്ലാം എടുത്താലും ഒരുപാട് കൂടിപ്പോയി, അതുകൊണ്ട് ഇതായിരിക്കുന്നു എന്ന് 22 കോടി രൂപ തിരിച്ചു കൊടുത്ത സ്ഥാപനമാണ് ഊരാളുങ്കൽ. അപ്പോൾ ടാക്സ് വെട്ടിക്കാത്ത മലബാർ ഗോൾഡ് പോലെ, ലാഭം കൂടുതൽ കിട്ടിയാൽ തിരിച്ച് സർക്കാരിന് കൊടുക്കുന്ന ഊരാളുങ്കൽ പോലെ എന്താ പറയുക, ഒരു സഹകരണ സ്ഥാപനം സിനിമാ രംഗത്തുണ്ടായാൽ വലിയ വിജയമാവുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുപോലെ ഒരെണ്ണം വരട്ടെ എന്ന് ഞാൻ പറയുന്നു. അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോം ഒരെണ്ണം ഉണ്ടാവട്ടെ സഹകരണ മേഖലയിൽ, ഏത് സിനിമയും വിലക്കെടുക്കുന്ന ഒരു OTT പ്ലാറ്റ്ഫോം. ഈ സർക്കാർ തുടങ്ങിയ OTT ഒക്കെ പൊളിഞ്ഞ് പാളീസായി പോകും. കാരണം അത് ബുദ്ധിജീവികൾക്ക് വേണ്ടി ഉണ്ടാക്കി അകാലത്തിൽ ചത്തുപോകും. അകാല വാർദ്ധക്യം അല്ലെങ്കിൽ അകാല മരണമുണ്ടാകാവുന്ന സ്ഥാപനം ഞാൻ അതാ ഇപ്പോൾ പറയുന്നു. സർക്കാരിൻ്റെ KSFDCയുടെ OTT പൊളിഞ്ഞു പോകും. അതിൻ്റെ നിബന്ധനകൾ കാണുമ്പോൾ തന്നെ അറിയാം. അതുകൊണ്ട് OTTയുടെ മേഖലയിലോ അല്ലെങ്കിൽ സിനിമ നിർമ്മാണ വിതരണ മേഖലയിലോ ഒരു എന്താ പറയുക സഹകരണ സംഘം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗുണ എന്ന് പറഞ്ഞ പടത്തിലെ അൻപോട് കൺമണി അൻപോട് എന്ന് പറഞ്ഞ ആ മനോഹരമായ കമൽഹാസൻ പാടിയ പാട്ട് ഇതിലുപയോഗിച്ചല്ലോ, ഏത് മഞ്ഞുമൽ ബോയ്സിൽ ടൈറ്റിൽ കാർഡിൽ ഇളയരാജയ്ക്ക് നന്ദിയും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സംഗീത സംവിധാനം ചെയ്ത സിനിമയായിരുന്നല്ലോ. ഇപ്പോൾ ഇതാ അദ്ദേഹം അത് പോരാ, 15 ദിവസത്തിനകം എനിക്ക് നഷ്ടപരിഹാരം തരണം എന്ന് പറഞ്ഞ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിന്, ഈ ഷാഹിർമാർക്ക്. അല്ലെങ്കിൽ നിയമപരമായ നടപടി എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പുല്ലും എടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ പറയുന്നു. കാരണം ഈ പടത്തിൻ്റെ ഗുണ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ആ പാട്ടിൻ്റെ റൈറ്റുള്ള ആർക്കാണോ അവർക്ക് പൈസ കൊടുത്തിട്ട് മലയാളത്തിലും തമിഴിലും ചെയ്യാനായിട്ട് 4-5 ലക്ഷം രൂപ കൊടുത്താണ് അതിൻ്റെ റൈറ്റ് വാങ്ങിച്ചത്. 10-30 വർഷം മുമ്പുള്ള പടത്തിലെ ഒരു പാട്ടിനാണ്. മുമ്പൊക്കെ ആണെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കും, ഒരു നന്ദി കാർഡ് കാണിച്ചാൽ മതി. ഇപ്പം അങ്ങനെയല്ല, കൊള്ളയടിക്കുകയാണല്ലോ. 4-5 ലക്ഷം കൊടുത്തൊരു കമ്പനി ഇരുന്ന് അത് വാങ്ങിച്ചതാണ്. അത് കഴിഞ്ഞ് ഇത് തെലുങ്കിലേക്ക് മൊഴി മാറ്റുന്നു എന്നുണ്ടപ്പോൾ ഈ പടം ഭയങ്കര സൂപ്പർ ഹിറ്റാണെന്ന് കണ്ടപ്പോൾ ആ തമിഴിൽ റൈറ്റ് വാങ്ങിച്ചിരിക്കുന്നവർ അല്പം ഒന്ന് ടൈറ്റാക്കി. അങ്ങനെ അവർ എനിക്ക് തോന്നുന്നു തെലുങ്കിൽ ഈ പാട്ട് ഉപയോഗിക്കാനായിട്ട് 15 ലക്ഷം രൂപ എന്തോ അവർ വാങ്ങി. അപ്പോൾ ചുമ്മാ ഇരുന്ന് അവർക്ക് ഒരു 10-20 ലക്ഷം രൂപ ഇതിൽ നിന്ന് കിട്ടി. പക്ഷേ അതെനിക്കും കിട്ടണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇളയരാജ പോയിരിക്കുകയാണ്. ലളിത ജീവിതവും സന്യാസി തുല്യനായ ലളിത ജീവിതം നയിക്കുന്ന മനുഷ്യൻ പോയിരിക്കുകയാണ്. കാരണം ഞാൻ ഇപ്പോഴും വീണ്ടും പറയുന്നു, ഇന്ത്യയിലെ ഈ ഇത്തരം റൈറ്റുകളുടെ ഇതെടുത്ത് കളയണം. ഇപ്പോൾ ഉള്ള റൈറ്റുകൾ എടുത്ത് കളയണം, നിയമ ഭേദഗതി വരുത്തണം. കാരണം HMV എന്ന് പറഞ്ഞ കമ്പനിയൊക്കെ ആലോചിച്ച് നോക്കൂ. അന്നത്തെ കാലത്ത് 1000 രൂപയ്ക്ക് 500 രൂപയ്ക്കൊക്കെ വാങ്ങിച്ച വയലാറും ദേവരാജനും ബാബുരാജും P. ഭാസ്കരനും ഒക്കെ ചെയ്തിരുന്ന മനോഹരമായ പാട്ടുകൾ 500 രൂപയ്ക്കും 1000 രൂപയ്ക്കൊക്കെ വാങ്ങിയിട്ട് 50 ലക്ഷം 60 ലക്ഷം ഉണ്ടാക്കിയിട്ട് പോലും അവർക്ക് മതിയാവുന്നില്ല. അപ്പം നമ്മളിപ്പോൾ ഒരു പഴയ പാട്ട് അലിയാമ്പൽ കടവിൽ നിന്നുള്ള പാട്ട് എടുക്കുകയാണെങ്കിൽ അവർക്ക് പൈസ കൊടുത്ത് വാങ്ങണം. ഇല്ലെങ്കിൽ നമ്മൾ ഇറക്കുന്ന കാസറ്റിൻ്റെ റൈറ്റ് ഫ്രീ ആയിട്ട് അവർക്ക് കൊടുക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു പാട്ട് ചെയ്ത് സിനിമയുടെ തുടക്കത്തിലാണല്ലോ പാട്ട് ചെയ്യുന്നത്. പാട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പാട്ടെഴുത്തുകാരനും അതിൻ്റെ സംഗീത സംവിധായകനും അതിൻ്റെ ഗായകനും ഒക്കെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ റൈറ്റ് അവർക്ക് എന്ന് പറയുന്നതിൻ്റെ ഗുട്ടൻസ് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് നിർമ്മാതാവിന് കിട്ടേണ്ടതല്ലേ? ഏറ്റവും ചുരുങ്ങിയത് നിർമ്മാതാവിന് മാത്രമാകണമെന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ ആ ഇന്നടത്ത് പാട്ട് വരണമെന്ന് പറഞ്ഞാൽ സംവിധായകന് അതിൽ വിലയില്ല. അത് തിരക്കഥ എഴുതിയ ആളിന് ഇപ്പോൾ MTയുടെ മുറപ്പെണ്ണ് ഇവിടെ പാട്ട് വേണം എന്നുള്ളത് MTയല്ലേ തീരുമാനിക്കുന്നത്. പാട്ട് എഴുതിക്കുന്ന വേറെ ആളിനെ കൊണ്ടായിരിക്കും. പക്ഷേ ഈ സ്ഥലത്തൊരു പാട്ട് വേണമെന്ന് തിരക്കഥയിൽ എഴുതുന്നത് MTയാണ്. പക്ഷേ MTക്ക് 10 പൈസ കിട്ടില്ല, സംവിധാനം ചെയ്ത ഭാസ്കര മാഷിനും കിട്ടില്ല, അത് നിർമ്മിച്ച ആളിനും കിട്ടില്ല. പക്ഷേ വർഷങ്ങളായി ഇതിൻ്റെ പൈസ ഈ പാട്ടെഴുത്തുകാരനും സംഗീത സംവിധായകനും ഗായകനും വാങ്ങിച്ചോണ്ടിരിക്കുക. ഇപ്പോൾ വയലാറിൻ്റെ വീട്ടിൽ എത്ര വർഷമായിട്ട് അതിൻ്റെ എത്ര ലക്ഷം രൂപ വർഷം കിട്ടണേ? ONV കുറുപ്പിൻ്റെ വീട്ടിൽ എത്ര ലക്ഷം രൂപ കിട്ടണേ? യേശുദാസിന്
ആലോചിച്ച് നോക്കൂ. ഏതാണ്ട് ഇപ്പോൾ 1,00,000-ഓളം പാട്ട് പാടിയ ആളിന് എത്ര റോയൽറ്റി കിട്ടുമെന്ന് ആലോചിച്ച് നോക്കിയേ. അത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇത് നിരോധിക്കണം, അത് അർഹതപ്പെട്ടത് പ്രൊഡ്യൂസർക്കാണ്, ആ പ്രൊഡ്യൂസർക്ക് മാത്രം കിട്ടണമെന്ന് പറയണം. കാരണം ഇവിടെ തന്നെ ഇപ്പോൾ ഇളയരാജ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇളയരാജയ്ക്ക് നന്ദി കാർഡ് എഴുതി കാണിച്ചാൽ പോരാ, എനിക്ക് പൈസ വേണമെന്നാണ് പറഞ്ഞത്. ഇത്രയും കോടികൾ, ആയിരക്കണക്കിന് കോടി ഉണ്ടാക്കിയിട്ട് ആ മനുഷ്യൻ്റെ ഒരു ആർത്തി ആലോചിച്ച് നോക്കിയേ. അല്ലെങ്കിൽ ആ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് പറഞ്ഞേക്കണേ. അവർ കൃത്യമായി അതിൻ്റെ നിർമ്മാതാവിന് അല്ലെങ്കിൽ അതിൻ്റെ കാസറ്റിൻ്റെ റൈറ്റുള്ളവർക്ക്, ഓഡിയോ റൈറ്റുള്ളവരിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ചിരിക്കുകയാണ്. അതുപോലെ എനിക്ക് വേറെ കിട്ടണം, ഞാനാണത് ഉണ്ടാക്കിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും മലയാളം ഫിലിം ചേംബറെങ്കിലും ശക്തമായ ഒരു നടപടിക്ക് തയ്യാറെടുക്കുകയാണെന്ന് കഴിഞ്ഞ ആഴ്ചത്തെ ഒരു മീറ്റിംഗ് ബോധ്യപ്പെടുത്തി. എഗ്രിമെൻറ്റും കണ്ടീഷനുകളും കൃത്യമായി വച്ചാൽ മാത്രമേ ഇനി മുന്നോട്ടുള്ള ഓരോ സിനിമയും ചെയ്യാൻ സമ്മതിക്കൂ എന്നാണ് ചേംബർ പറയുന്നത്, അല്ലെങ്കിൽ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നത്. ഇന്ത്യയിലെ കോപ്പിറൈറ്റ് ആക്ട് അനുസരിച്ച് പുതിയ എഗ്രിമെൻറ്റ് വയ്ക്കണം, അത് സ്പ്ലിറ്റ് ചെയ്ത് വയ്ക്കണം, അതായത് വിഭജിച്ച് വയ്ക്കണമെന്നാണ് അവർ പറഞ്ഞ പുതിയ നിയമം അനുസരിച്ച്. പുതിയ ആക്ട് അനുസരിച്ച് പെർഫോമൻസ് റോയൽറ്റി കൊടുക്കണം. പെർഫോമൻസിന് ഒരാൾ പെർഫോം ചെയ്താൽ അതിന് പ്രത്യേക റോയൽറ്റി കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ഇവിടെ മമ്മൂട്ടിയോ മോഹൻലാലോ പോലുള്ള ഒരു നടനും ഒരിക്കലും ഒരു നിർമ്മാതാവിനെ ദ്രോഹിക്കാനായിട്ട് പോകില്ല. എങ്കിൽ പോലും ഇപ്പം മമ്മൂട്ടി അഭിനയിക്കുന്ന അല്ലെങ്കിൽ മോഹൻലാൽ അഭിനയിക്കുന്ന ഒരു പടത്തിന് 10 കോടി രൂപയാണ് പ്രതിഫലം എന്ന് വെച്ചുള്ളത്. അവരെ പ്രതിഫലം ഞാൻ പറയുന്നില്ല. ആ 10 കോടി രൂപ കൊടുക്കുമ്പോൾ ഒരിക്കലും അത് അവരഭിനയിച്ചതിൻ്റെ പ്രതിഫലമായിട്ട് കൊടുക്കരുത്. അതിലെ പെർഫോമിങ്ങിന് വേണ്ടി ഒരു സെക്ഷൻ മാറ്റണം. അപ്പോൾ 10 കോടി കൊടുക്കുകയാണെങ്കിൽ 7 കോടി രൂപ ആ നടൻ്റെ ശമ്പളവും 3 കോടി രൂപ പെർഫോം ചെയ്തതിനൊന്ന് പ്രത്യേക സ്പ്ലിറ്റ് ചെയ്തതിന് എഴുതിയില്ലെങ്കിൽ ഭാവിയിൽ അത് ദോഷം ചെയ്യാമെന്നാണ് പറയുന്നത് പുതിയ നിയമം അനുസരിച്ച്. 1 കോടി രൂപ എന്താ പറയുക, പെർഫോമൻസ് റോയൽറ്റി എത്ര വേണം വയ്ക്കാം, അത് ഓരോരുത്തരും ഇഷ്ടം അനുസരിച്ച് വയ്ക്കാം. പക്ഷേ വച്ചില്ല എങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവകാശവാദങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അതുപോലെ സ്ക്രിപ്റ്റ് എഴുതുന്നത്, ഇപ്പോൾ സ്ക്രിപ്റ്റ് എഴുതിയാൽ എങ്ങനെയാണ് മലയാളത്തിൽ സിദ്ദിഖിനെ പോലെയുള്ള ചില സിദ്ദിഖ് ലാലിനെ പോലുള്ള ചില സംവിധായകർ, ഫാസിലിനെ പോലുള്ള സംവിധായകൻ, ശ്രീനിവാസനെ പോലുള്ള തിരക്കഥാകൃത്തൊക്കെ അവർ സ്വന്തം ചെലവിൽ റൂമെടുത്ത് അവിടെ ഇരുന്ന് എഴുതിയാണ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത്, അല്ലാതെ നിർമ്മാതാവിൻ്റെ ചിലവിലല്ല. എനിക്കറിയാം, സ്വയംവരപ്പത്തിൽ ശ്രീനിവാസൻ എഴുതുന്നത് ഞാൻ കണ്ടതാണ്. പക്ഷേ ആ പടം നമ്മൾ വേറൊരു ഭാഷയിലേക്ക് വിൽക്കുമ്പോൾ, ഇപ്പോൾ തിരക്കഥ എഴുതാൻ ശ്രീനിവാസൻ 10 ലക്ഷം രൂപയാണ് വാങ്ങിയെന്ന് വെച്ചോളൂ. അതുകൂടാതെ അത് വേറൊരു ഭാഷയിലേക്ക് വിറ്റാൽ 1 ലക്ഷം രൂപയ്ക്ക് അതിൻ്റെ കഥയുടെ റൈറ്റ് വിറ്റു എന്ന് വെച്ചോളൂ. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് അതിൽ 35,000 രൂപ നിർമ്മാതാവിന് കിട്ടും, 35,000 സംവിധായകന് കിട്ടും, 35,000 രൂപ തിരക്കഥാകൃത്തിന് കിട്ടും. അങ്ങനെ 3 ആയിട്ടാണ് വീതിക്കാറ്. പക്ഷേ ശ്രീനിവാസനെ പറ്റിച്ച വേന്ദ്രന്മാരുണ്ട് ഇവിടെ. എന്നോട് ശ്രീനിവാസൻ ആളെ പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ ഒരുപാട് സിനിമകളുടെ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത, ശ്രീനിവാസ സ്ക്രിപ്റ്റ് എഴുതിയ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഒരു നിർമ്മാതാവ് അത് മുഴുവൻ മറ്റു ഭാഷകളിൽ വിറ്റ് മുഴുവൻ പൈസ എടുത്ത് കളഞ്ഞു. സത്യനന്ദിക്കാടിനും കൊടുത്തില്ല, ശ്രീനിവാസനും കൊടുത്തില്ല എന്ന് ശ്രീനിവാസൻ തന്നെ എന്താ പറഞ്ഞു. ഞങ്ങളുടെ എന്താ ചോദിക്കാത്തേ, അയാളൊരു നാറിയാണ് അല്ലെങ്കിൽ ഒരു എച്ചിയാണെന്ന് വിചാരിച്ച് നമ്മൾ ആ എച്ചിതനം കാണിക്കുന്നത് ശരിയല്ലല്ലോ ദിനേശ് എന്നാണ് എന്നോട് ശ്രീനിവാസൻ പറഞ്ഞത്. എന്തായാലും എഴുതി തരുന്നതിന് ഇത്ര, അന്യഭാഷയ്ക്ക് റൈറ്റ് കൊടുത്താൽ ഇത്ര എന്നുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ വച്ചേ ഇനി സ്ക്രിപ്റ്റ് എഴുതുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഒരു പുതിയ സ്ക്രിപ്റ്റ് റൈറ്റർ വരികയാണെങ്കിൽ പറയും, നിനക്ക് 1 ലക്ഷം രൂപ ഇത് സ്ക്രിപ്റ്റ് എഴുതാൻ തന്നിക്കാം, പക്ഷേ പിന്നെ ഒരു അവകാശവാദം ഉന്നയിക്കാൻ പാടില്ല, എഴുതും എന്ന് പറഞ്ഞാൽ എഴുതി ഒപ്പിട്ട് കൊടുത്താൽ പിന്നെ മിണ്ടാൻ പറ്റില്ല. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഈ പുതിയ എഗ്രിമെൻറ്റ് വയ്ക്കുന്നവരുടെ കൂടെ നിൽക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എഗ്രിമെൻ്റ് ഇല്ലാത്ത ഒരു കേസിലും ഇനി ഇടപെടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പാട്ട് പാടുന്നവർക്ക് എവിടെ വേണോ ആ പാട്ട് പാടാം എന്ന് പുതിയ എഗ്രിമെൻറ്റിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം നാളെ ഒരു വേറൊരു ഇളയരാജ കേസിന് പോകരുത് എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. റൈറ്റേഴ്സ് യൂണിയനുമായി ചർച്ച കഴിഞ്ഞു, മ്യൂസിക് യൂണിയനുമായിട്ടും ചർച്ച കഴിഞ്ഞു. 8-ാം തീയതി ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണനുമായിട്ടൊരു ചർച്ച വച്ചിരുന്നു. അപ്പോൾ 8-ാം തീയതി ടെലിവിഷൻ മേഖലയിൽ ഫെഫ്ക വന്നതുകൊണ്ട് അതിൻ്റെ 1-ാം വാർഷികം 8-ാം തീയതി തിരുവനന്തപുരത്തായതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ തിരുവനന്തപുരത്താണ് എന്നുള്ളതുകൊണ്ട് 7-ാം തീയതി ഉണ്ണികൃഷ്ണനുമായിട്ടും അവർ ആത്യന്തികമായി അവസാനത്തെ ഒരു ചർച്ച വയ്ക്കുന്നുണ്ട്. ശക്തമായതും മാന്യമായതുമായ എഗ്രിമെൻ്റ് ആയിരിക്കും ഇനി എന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നത്. മലയാളി ഫ്രം ഇന്ത്യ എന്ന പടത്തിൽ വഴിയെ പോകുന്നതിനൊക്കെ ഈ കഥ എൻ്റെയാണെന്ന് പറഞ്ഞതുപോലെ ഇനി വരാൻ നൽകില്ല എന്നാണ് അവർ പറയുന്നത്. തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിദ്ദിഖിന് 3 കോടി രൂപ പറ്റിച്ച ഒരു നിർമ്മാതാവിനെക്കുറിച്ച് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. സിദ്ദിഖിനെ പോലൊരു മാന്യനായ മനുഷ്യൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് കൊടുത്ത സിനിമ അദ്ദേഹം തമിഴിലേക്കും, ബോഡിഗാർഡാണ് സിനിമയുടെ പേര്, തമിഴിലേക്കും ഹിന്ദിയിലേക്കും ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ ഗോകുലത്തിൽ നിന്ന് സിദ്ദിഖിനൊരു ഇൻഡാസ് വന്നു. നിങ്ങളുടെ ഈ പടം പ്രൊഡ്യൂസ് ചെയ്ത ആൾ ഈ പടം മറ്റു ഭാഷകളിൽ വിൽക്കുകയാണെങ്കിൽ ഞങ്ങളിൽ നിന്ന് വാങ്ങിയ 3 കോടി രൂപ തരാം എന്ന് എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട്. ആ 3 കോടി തരാതെ നിങ്ങൾ തമിഴോ ഹിന്ദിയോ ചെയ്യരുത് എന്ന് പറഞ്ഞാണ് ഗോകുലത്തിൻ്റെ വക്കീൽ നോട്ടീസ് വന്നത്. പാവം മരിച്ചു മോളിൽ നിൽക്കുന്ന സിദ്ദിഖ്
3 കോടി രൂപയുടെ DD കൊണ്ടുവന്ന് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനിൽ അന്ന് ഞാൻ ഉണ്ട്, ആ കമ്മിറ്റിയിലാണ് കൊണ്ടുതരുന്നത്. ഞാൻ അതിന് മുമ്പ് അതിന് ശേഷമോ 3 കോടി രൂപയുടെ ഒരു DD ഒന്നിച്ച് കണ്ടിട്ടില്ല. അത് കൊണ്ടുവന്നിട്ട് അന്ന് സിദ്ദിഖ് പറഞ്ഞത് എൻ്റെ 3 കുട്ടികൾ, 3 പെൺകുട്ടികളാണല്ലോ, ആ 3 പെൺകുട്ടികൾ കഴിക്കേണ്ട ഭക്ഷണത്തിൻ്റെ പൈസയാണ്. എൻ്റെ സുഹൃത്ത് എന്ന് വിചാരിച്ചവൻ നിർമ്മിച്ചതുകൊണ്ടാണ് ഞാൻ എഗ്രിമെൻ്റ് ഒന്നും വയ്ക്കാതെ ചെയ്തത്. പക്ഷേ അവൻ ഗോകുലം ഗോപാലിന് കൊടുക്കാനുള്ള കാശ് കൊടുക്കാനുള്ള എന്തോ എഴുതി കൊടുത്ത റൈറ്റ് എഴുതി കൊടുത്തിരിക്കുന്ന പത്രത്തിൻ്റെ താഴെ NB എന്നിട്ടിട്ട് അഡീഷണൽ എഴുതി കയറ്റിയതാണ്. നിങ്ങളിങ്ങനെ എഴുതി കയറ്റി വാങ്ങിച്ചോ, അപ്പം അവൻ സിദ്ദിഖ് പൈസ തരുമെന്ന് പറഞ്ഞു കൊടുത്തു കാണും. അപ്പം ഗോകുലം വക്കീൽ നോട്ടീസ് അയച്ചു. 3 കോടി രൂപ ഫെഫ്കയുടെ ഓഫീസിലാണ് ഏൽപ്പിച്ചത്, കൊടുത്തു. 1 രൂപ അതിൽ നിന്ന് കൊടുക്കാൻ പാടില്ലാത്തതാണ്. ആ മനുഷ്യൻ ഇപ്പോൾ ജയിലിലാണേ, അതും കൂടെ നിങ്ങൾ ഓർക്കുക. ചിലപ്പോൾ സിദ്ദിഖിൻ്റെയൊക്കെ ശാപം കൊണ്ടായിരിക്കാം. മാന്യന്മാരെ പറ്റിച്ച് പോയി ഏതോ ഒരു നല്ല ഒരിടത്ത് പോയി ചാടിക്കൊടുത്തു, കേസായി. എത്രയോ ലക്ഷം രൂപ കൊടുക്കാനുള്ളതിന് ഒരു നാണക്കേടുമില്ലാതെ ഞാൻ പൈസ തരില്ല, ഞാൻ ജയിലിൽ കിടന്നുള്ളതെന്ന് പറഞ്ഞ് ജയിലിൽ പോയിരിക്കുകയാണ്. അതാണ് ഇവിടെ നടക്കുന്ന. നേരത്തെ ഞാൻ പറഞ്ഞില്ല, SP ആശാൻ പറഞ്ഞതുപോലെ, SP പിള്ള സാർ പറഞ്ഞതുപോലെ, നല്ല വെളിച്ചത്തിലെടുത്ത് നല്ല ഇരുട്ടത്ത് കാണിക്കുന്ന സിനിമയുടെ സ്വഭാവം അതാണ്. ഒരു പച്ചിപ്പിൻ്റെ കഥ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പടത്തിൻ്റെ പേരാണ് ബഹിരസം, കള്ളന്മാരുടെ വീട്. കള്ളന്മാരാണത് മുഴുവൻ. ആ പടത്തിൽ കള്ളന്മാരുടെ വീട് എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ യൂട്യൂബർമാർ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരു യൂട്യൂബറെ വിളിച്ചിട്ട് ഞാൻ കഥ, തിരക്കഥ, സംഭാഷണ, സംവിധാനം, നിർമ്മാണം നിർവഹിക്കുന്ന ഒരു കൊണാണ്ടറാണ്, എൻ്റെ ഒരു അഭിമുഖം എടുക്കണം, എനിക്കൊരു കഥ പറയേണ്ടെന്ന് പറഞ്ഞാൽ 100 ചാനലുകാർ ഓടിച്ചെല്ലുമല്ലോ. അങ്ങനെ ഒരുത്തൻ നിർമ്മാണം, സംവിധാനം, കഥ, തിരക്കഥ എല്ലാം ചായ കൊടുക്കുന്നവരെയുള്ള എല്ലാ പണിയും ഞാനാണ് ചെയ്തിരുന്നത് എന്ന് പറഞ്ഞ ഒരു ബഹുക്കേമൻ ഹാജ ഹുസൈൻ എന്നാണ് അവൻ്റെ പേര്. ഹുസൈൻ അറോണി എന്നാണ് സിനിമയിലൊക്കെ അറിയുന്നത്. യഥാർത്ഥ പേര് ഖാജ ഹുസൈൻ എന്നാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയാസിലും മറ്റ് പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ എനിക്കെതിരെ ഒരുപാട് രൂക്ഷ വിമർശനങ്ങളുമായിട്ട് 2 പ്രൊഡ്യൂസർമാർ, പിന്നെ അതുപോലെ ഒരു ഫ്രോഡ്, പക്കാ ഫ്രോഡ് എന്ന് പറയാം, നന്ദകുമാർ AP, ചേർത്തല, എറണാകുളം ബേസ് ചെയ്ത് ജീവിക്കുന്നത്, 2 വ്യാജരേഖകൾ ഉപയോഗിച്ച്, അതായത് എൻപടം സ്റ്റുഡിയോ, നന്ദകുമാർ ഫിലിം സ്റ്റുഡിയോ എന്ന 2 വ്യാജരേഖകൾ ഉപയോഗിച്ച് പുതിയ സിനിമാക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടവൻ. ഒരു പണിയും അറിയില്ല അവന്. എഡിറ്റിംഗ് എന്ന് പറഞ്ഞ് കൂടെ വന്ന് ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക്, റിലീസിങ്, അങ്ങനെയുള്ള എല്ലാം അവൻ ഏറ്റെടുത്തിട്ട് അവൻ ചെയ്ത് തെണ്ടിത്തരങ്ങൾ എന്ന് തന്നെ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ അത്രയും വലിയ തെണ്ടിയാണ്. ആ തെണ്ടിത്തരങ്ങൾ ചെയ്ത് ഞങ്ങളുടെ സിനിമ 1 വർഷം 15 ദിവസം കൊണ്ട് സിനിമയുടെ ഷൂട്ട്, 15 ദിവസം കൊണ്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് തീർത്ത് സിനിമ കഴിഞ്ഞ ഓണത്തിന് റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞ് വന്നവനാണ് ഇവൻ. കാരണം ഞങ്ങൾക്കുണ്ടായത് നഷ്ടങ്ങൾ പറഞ്ഞാൽ തീരില്ല. എല്ലാ കണക്കുകളും എൻ്റെ കയ്യിലുണ്ട്. നിലവിൽ അവനെതിരെ പാലാരിവട്ടം സ്റ്റേഷനിലും ഹേമാംബിക സ്റ്റേഷനിലും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അവനെ, എനിക്കെതിരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെ തെറ്റിദ്ധരിപ്പിച്ച് സിനിമയ്ക്ക് ഒരുപാട് പൈസ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ പൈസയൊന്നും അവൻ ഉപയോഗിച്ചിട്ടില്ല, ഈ സിനിമയ്ക്ക് അത്ര ഫണ്ടാവില്ല, അവനെ ബാലൻസ് പൈസയൊക്കെ അവൻ്റെ കയ്യിലുണ്ട്, അവൻ മുങ്ങിക്കുകയാണ്, അവനെ പിടിക്കണം, അവനെ കേസ് കൊടുത്താൽ നിങ്ങളുടെ പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഈ സിനിമ കേസിലേക്ക് പോകണം. ഈ സിനിമ കേസിലേക്ക് പോയാൽ മാത്രമേ അവനക്ക് എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചാണ് അവൻ നിലവിൽ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവനക്കെതിരെ ഞാൻ പാലാരിവട്ടം സ്റ്റേഷനിലും ഹേമാംബിക സ്റ്റേഷനിലും കേസെടുത്തു. മാത്രം ഈ തെണ്ടി ചെയ്തത്, ഇവൻ ചെയ്തിട്ടുള്ളത്, ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടന്നത് സൗത്ത് സ്റ്റുഡിയോയിലും എറണാകുളത്തുള്ള വെണ്ണലയിലുള്ള സൗത്ത് സ്റ്റുഡിയോയിലും മലയിൽ ഫിലിം സ്റ്റുഡിയോയിലുമാണ്. നിലവിൽ എൻ്റെ സിനിമയുടെ ഹാർഡ് ഡിസ്ക്, അതായത് ഒറിജിനൽ ഹാർഡ് ഡിസ്ക്, ബാക്കപ്പ് ഹാർഡ് ഡിസ്ക് ഉള്ളത് മലയിൽ സ്റ്റുഡിയോയിലാണ്. അപ്പോൾ ആ പടത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ നോക്കിയിരുന്ന ഒരു നന്ദകുമാറാണ്. അപ്പോൾ ഈ നന്ദകുമാറിൻ്റെയും ഖാജ ഹുസൈൻ്റെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന കഥ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ആരൊക്കെ അയച്ചതെന്നാണ്. സത്യം പറഞ്ഞാൽ സിനിമ ഇത്രയും അധപ്പതിച്ച് പോയല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. 1 കോടിയോളം ചെക്കായും ക്യാഷായും കൊടുത്ത ഷെറീഫ്, ശ്രീകുമാർ എന്ന് പറഞ്ഞ 2 മണ്ട ശിരോമണികൾ ഒരു ചാനലിൽ വന്നിരുന്ന് കരഞ്ഞാണ് ഞാൻ പറഞ്ഞ് കരയുന്നു, പാവം. അതായത് ഈ പറയുന്ന ഈ സംവിധായകനുണ്ടല്ലോ, ഈ ഖാജ ഹുസൈൻ, അവൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്ത് കോഴിക്കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ഒരു പാവമാണ് ഈ പറയുന്ന ഷെറീഫ്. അപ്പോൾ കോഴി വാങ്ങിക്കാൻ എന്തോ ചെന്ന് സിനിമാക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ ഈ ഷെറീഫ് ഈ ഖാജ ഹുസൈനോട് പറഞ്ഞു, എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട്, എന്തെങ്കിലും വേഷം കിട്ടും. പിന്നെന്ത്, ഞാൻ അടുത്തെടുക്കുന്ന ബാഹുബലി 2 എടുക്കുന്നുണ്ടല്ലോ, ഞാൻ അതിൽ വേഷം തരാമെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് ഈ സിനിമാക്കാരന്മാർക്ക് എന്തും പറയാനുള്ള തൊലിക്കെട്ടിയുണ്ടല്ലോ, ഈ ഷെറീഫിനെ വീഴ്ത്തി. ഷെറീഫ് അഭിനയിക്കാൻ ചെന്ന് ഇങ്ങനെ ഈ കള്ളന്മാരുടെ വീട്, കള്ളന്മാരാണ് മൊത്തം, അവിടെ ചെന്ന് അഭിനയിക്കാൻ ചെന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഷൂട്ടിൽ നിന്ന് പോകാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നു.
സാമ്പത്തിക ക്രൈസിസ്, നിർമ്മാതാക്കളിൽ കൃത്യമായി പൈസ കിട്ടുന്നില്ല. ഇവനാണ് നിർമ്മാതാവ് എന്നാണ് ഇവൻ പറയണത്. പക്ഷേ നിർമ്മാതാവ് ഇവൻ്റെ പേരാണ് വെച്ചിരിക്കുന്നത്, ഇവൻ്റെ ബാനറൊക്കെ ഞാൻ ഇത് കാണിക്കാതെ. പക്ഷേ പൈസ മുടക്കുന്ന വേറെ ആൾക്കാർ. അപ്പോൾ അവരാരാ? ഇവൻ പറയുന്ന കേട്ടോ ഗുഡ് നൈറ്റ് മോഹൻ്റെ അച്ഛനെന്ന് തോന്നി അവൻ്റെ വർത്താനം കേട്ട. ഭയങ്കര നിർമ്മാതാവ്. പിന്നെ പ്രിയദർശനേക്കാളും വലിയ സംവിധായകൻ, MG വാസുവിനേക്കാളും വലിയ തിരക്കഥാകൃത്ത്, എല്ലാമാണ് അവൻ. ഞാനാണ് എൻ്റെ സിനിമയുടെ അവസാന വാക്കെന്ന് അവൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ ഈ ഷെറീഫ് എന്ന് പറഞ്ഞ ആളിനെ വീഴ്ത്തി. അപ്പോൾ ഷെറീഫിനെ വീഴ്ത്താൻ ഈ ശിവകുമാർ എന്ന് പറഞ്ഞ ആളും ഒരു അഭിനയ മോഹിയാണ്. ഷെറീഫ് ആദ്യം 2 ലക്ഷവും 3 ലക്ഷവും 4 ലക്ഷവും ഒക്കെ കയ്യിലുള്ള കോഴി കച്ചവടത്തിൽ നിന്ന് കിട്ടിയത് കൊടുത്തു. കോഴികളെ ശാപമായിരിക്കും. അവസാനം ഷൂട്ടിംഗ് ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഈ ശിവകുമാർ ഒരു പ്രൊഡ്യൂസറായി, അല്ല ഷെറീഫ് ഒരു പ്രൊഡ്യൂസറായി മാറുകയാണ്. കാരണം ഏതെല്ലാം പരിചയക്കാരുണ്ടോ അവരിൽ നിന്നെല്ലാം 5 ലക്ഷം 10 ലക്ഷം 30 ലക്ഷം എന്ന് പറഞ്ഞ് വാങ്ങിച്ച് ഏതാണ്ട് 1 കോടി രൂപയോളം ഇവർ 2 പേരും കൂടെ മുടക്കി. ഈ മുടക്കി കഴിയുമ്പോഴും സംവിധായകൻ പറയുന്നത് ഞാനാണ് നിർമ്മാതാവ്, ഞാൻ എടുക്കുന്ന സിനിമ എന്നാണ് അയാൾ പറയുന്നത്. പാലക്കാട് പോലീസ് സ്റ്റേഷനിൽ അടക്കം നിരവധി പരാതികൾ ചെന്നിരിക്കുന്നു. സംവിധായകന് പറ്റിപ്പ് മാത്രമാണ് സംവിധാനമെന്നും ഒരു സ്ത്രീയെ പറ്റിച്ച് കാശ് വാങ്ങിയിട്ട് അവർ കാശ് ചോദിക്കാൻ ചെന്നപ്പോൾ അവരെ പിടിച്ച് മുറിയിൽ അടച്ചിട്ട് കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതും ഈ പറയുന്ന അറോണി എന്ന് പറഞ്ഞ ഹുസൈൻ അറോണി, എല്ലാം നല്ല പേരുകളാണ്. കാജ ഹുസൈൻ എന്നിട്ട് എന്തോ ഒരു കുറവ്, അതുകൊണ്ട് ഹുസൈൻ അറോണി എന്ന് പറഞ്ഞ ആൾ ചെയ്തിട്ടുണ്ടെന്ന് നന്ദകുമാർ എന്ന് പറഞ്ഞ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ചുമതല ഉണ്ടായിരുന്ന ആൾ പറയുന്നു. ഞങ്ങളെ പറ്റിച്ചുകൊണ്ട് പോയെന്ന് ഷെറീഫും ശിവകുമാറും ഒരു ചാനലിലിരുന്ന് കരയുന്നു. ഞാനും ഭാര്യയും 2 മക്കളും ഗുണ്ടാ ഭീഷണി കാരണം ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഈ അറോണി പറയുന്നു. സംവിധായകനെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല. പൈസ വാങ്ങിച്ച് കോടിക്കണക്കിന് രൂപ പറ്റിച്ചിരിക്കുകയല്ലേ. അവർ എവനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഗുണ്ടകളെയൊക്കെ കൊണ്ട് അവർ നടക്കുന്നു. ഒരു സിനിമയ്ക്കുള്ള കഥയുണ്ട് ഇതിൽ. 1 കോടി വാങ്ങിയിട്ട് നിർമ്മാതാവായ അറോണി, നിർമ്മാതാവും സംവിധായകനും അയാളാണല്ലോ, 35 ലക്ഷം ചെലവിട്ട് ബാക്കി വിഴുങ്ങി എന്നാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ സംവിധായകനായ നന്ദകുമാർ പറയുന്നത്. അത് ചോക്ക് 1 കോടി രൂപ പിരിച്ചിട്ട് 35 ലക്ഷം രൂപയ്ക്ക് തട്ടിക്കൂട്ടി. ബിജുക്കൂട്ടം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം വഴിയെ പോണവരാ. സംവിധായകൻ അറിയാതെ ട്യൂബ് വഴി നന്ദകുമാർ അപ്ലോഡ് ചെയ്തിട്ട്, പടത്തിന് അപ്ലോഡ് ചെയ്തിട്ട് സംവിധായകൻ അറിഞ്ഞില്ല ഫസ്റ്റ് കോപ്പി ആയത്. റീ റെക്കോർഡ് ചെയ്തതോ എഫക്സ് ചെയ്തതോ ഡബ് ചെയ്തതോ ഒന്നും സംവിധായകൻ അറിഞ്ഞിട്ടില്ല. പാലക്കാട്ട് മാത്രം 2 ദിവസം കളിച്ചു എന്നാണ് പറയുന്നത്. കള്ളന്മാരുടെ വീട് നല്ല, അതുകൊണ്ട് കൃത്യമാണ് കേട്ടോ ഈ കള്ളന്മാരുടെ വീട്. അങ്ങനെ കളിപ്പിച്ചു പറ്റിച്ചു എന്നാണ് സംവിധായകൻ പറയുന്നത്, അറോണി പറയുന്നത്. 60 സിനിമകളുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്തവനാണ് ഞാനെന്നാണ് നന്ദകുമാർ പറയുന്നത്. സിനിമയെ ബ്ലോക്കാക്കാൻ ശ്രമിച്ചത് സംവിധായകൻ തന്നെ എന്നും നന്ദകുമാർ പറയുന്നു. എൻ്റെ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് എത്രയെന്ന് ഞാൻ തീരുമാനിക്കുക. 10 പൈസ കയ്യില്ലാത്ത ഈ അറോണി പറയുകയാണ്, ഹുസൈൻ അറോണി അല്ലെങ്കിൽ കാജ ഹുസൈൻ പറയുകയാണ്, എൻ്റെ സിനിമ എൻ്റെ പ്രൊഡക്ഷൻ, ആ പ്രൊഡക്ഷനിലൊരു സിനിമ എടുക്കാൻ എത്ര ബഡ്ജറ്റെന്ന് ഞാൻ തീരുമാനിക്കും. കാരണം 10 പൈസ കയ്യിലില്ലല്ലോ. സ്റ്റുഡിയോകളിൽ നിന്നും എങ്ങനെ ഔട്ടിറങ്ങി, എങ്ങനെ നിർമ്മാതാവ് കൂടിയായ ഞാനറിയാതെ പടം ക്യൂബിൽ ലോഡ് ചെയ്തു. എടാ നാണമുണ്ടെങ്കിൽ ഈ പണിയൊക്കെ മതിയാക്കി പോകേണ്ടത്. ഇത് പറ്റിച്ച് ജീവിക്കുന്നവനായതുകൊണ്ടാണ് ഇവൻ നിൽക്കണേ. ഞാൻ സംവിധാനം ചെയ്ത സിനിമ ഞാൻ അറിയാതെ എഡിറ്റ് ചെയ്ത് ഡബ് ചെയ്ത് റീ റെക്കോർഡ് ചെയ്ത് മിക്സ് ചെയ്ത് സെൻസർ ചെയ്ത് ക്യൂബിൽ ഇടണമെങ്കിൽ പിന്നെ ഞാൻ എന്തിന് ചിരയ്ക്കാനാണ് ഇതിൻ്റെ കൂടെ നടക്കണേ? ഇവ അറിഞ്ഞിട്ടില്ല എന്നാണ് അവൻ പറയണേ. എങ്ങനെ നിർമ്മാതാവ് കൂടിയായ ഞാൻ അറിയാതെ പടം ക്യൂബിൽ ലോഡ് ചെയ്തു എന്നാണ് ഈ അറോണി ചോദിക്കുന്നത്. നന്ദൻ അവൻ്റെ പേര് വയ്ക്കാതെ സനു സിദ്ദിഖ് എന്നാണ് പടത്തിൽ പേര് വെച്ചിരുന്നത്. പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടർ സനു സിദ്ദിഖ്, അല്ലാതെ അവൻ്റെ നന്ദകുമാറിൻ്റെ പേര് വെച്ചില്ല എന്നാണ്. നന്ദകുമാറിന് തോന്നിക്കാണ് ഇതൊരു തരികട സെറ്റപ്പ്, നാട്ട സെറ്റപ്പാണ്. അല്ലെങ്കിൽ ഞാനും പറ്റിച്ചിട്ട് കിടക്കുകയല്ലേ, ക്യൂബിൽ കൊണ്ടുവന്ന് അപ്ലോഡൊക്കെ ചെയ്ത് ഞാൻ തിയേറ്ററിൽ കളിച്ചതല്ലേ, അതുകൊണ്ട് എൻ്റെ പേര് വെക്കേണ്ടതെന്ന് വിചാരിച്ചാണ്. എന്നെയും കുടുംബത്തെയും തല്ലാനും കൊല്ലാനും നിർമ്മാതാക്കൾ എന്തിനും ഗുണ്ടകളെ വിടുന്നു എന്നാണ് ഇപ്പോഴും ഈ അറോണിക്ക് സംശയം. നിങ്ങൾ എന്തിനാണ് എന്നെ തല്ലാനും എൻ്റെ വീട്ടുകാരെ കൊല്ലാനും ഒക്കെ നടക്കുന്നത്? എടാ നീ 1 കോടി രൂപ പറ്റിച്ചിട്ട് നടക്കണോണ്ടാ കള്ള. അത് അവന് മനസ്സിലാവുന്നില്ല, അതാണ് പ്രശ്നം. കഥ, തിരക്കഥ, സംവിധാനം, നിർമ്മാണം എല്ലാം ഞാനാണ്. കാശ് മുടക്കിയ നിങ്ങളെയും എന്നെയും ഇരുത്തി നന്ദകുമാർ പ്രിവ്യൂ കാണിച്ചോ എന്നാണ് ചാനലിൽ ചോദിക്കുകയാണ്. നിർമ്മാതാവ് ഇവനാണ്. എന്നിട്ട് അവൻ തന്നെ പറയുകയാണ്, നിർമ്മാതാവായ നിങ്ങളെയും സംവിധായകനായ എന്നെയും ഒരു തിയേറ്ററിലിരുത്തി പ്രിവ്യൂ പോലും കാണിച്ചില്ല എന്നാണ് പറഞ്ഞത്. അവൻ സംവിധാനം ചെയ്ത പടമാണ്, അവൻ പ്രിവ്യൂ കണ്ടിട്ടില്ല എന്നാലും ചുക്കും. അഭിനയിക്കാൻ അവസരം കൊടുത്ത സുധീഷ് ചെമ്പകശ്ശേരി, രാജേഷ് ആചാരി, ശ്രീകുമാർ രഘുനാഥ്, മുഹമ്മദ് ഷെറീഫ് എന്നിവർ എന്നെ വഞ്ചിച്ചു. അതായത് അഭിനയിക്കാൻ വേഷം കൊടുത്ത സംവിധായകനെ വഞ്ചിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ എടുക്കാൻ പോയി ഈ കള്ളന്മാരുടെ വീടുണ്ടല്ലോ, രോമാഞ്ചം പോലെ കള്ളന്മാരുടെ വീടും ഭയങ്കര ഹിറ്റാവേണ്ടതായിരുന്നു. കസറുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഏത് രോമാഞ്ചം പോലെ, അതിന് താഴോട്ടൊന്നും അവൻ അംഗീകരിക്കുന്നില്ല. രോമാഞ്ചം എന്ന് പറഞ്ഞ സിനിമ പോലെ ബിജുക്കുട്ടൻ അഭിനയിച്ച് ഫഹദ് ഫാസിലിനെക്കാളും മോളിപ്പോയി. ഇതൊരു 1000 കോടി മഞ്ഞുമൽ ബോയ്സിൻ്റെയും മോളിൽ പോകുന്ന പടം ആവുമായിരുന്നു എന്നാണ് അവൻ പറഞ്ഞത്. പക്ഷേ നായക വേഷം കൊടുത്ത ബിജുക്കുട്ടൻ
ചിത്രീകരണ സമയത്ത് ക്രൂവിനെ ധർമ്മസങ്കടത്തിലാക്കി. 5 ദിവസം നല്ല സഹകരണമായിരുന്നു, പിന്നെ മനോഭാവം മാറി. ഇന്ന് എനിക്കൊരാൾ അയച്ചു തന്നത്, അവൻ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുകയാണ്, ബിജുക്കുട്ടൻ ദിവസവും ഓരോ സ്ത്രീകളൊക്കെ കൊണ്ടുവന്ന് എനിക്ക്, അതുകൊണ്ട് അങ്ങനെ സ്ത്രീകളെ കൊണ്ടു കൊടുക്കേണ്ട പണിയും കൂടെ അവൻ ചെയ്യേണ്ടി വന്നു എന്നാണ് പറഞ്ഞത്. ഈ അറോണി നാണമില്ല എന്നാണ് ആലോചിക്കുന്നത്, സംവിധാനം എന്നാണ് പറയണത്. ഇവന് വേറെ വല്ല പണിക്കും പൊയ്ക്കൂടെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ബിജുക്കുട്ടൻ അത്രയും ഒരു മോശം ചെറുപ്പക്കാരനാണെന്ന് എനിക്ക് തോന്നില്ല. എവൻ്റെ സെറ്റിൽ ചെന്നപ്പോൾ ചിലപ്പോൾ ചോദിച്ചോ എന്തോ, കാരണം എവൻ ഈ തട്ടിപ്പും വെട്ടിപ്പും കൂട്ടിക്കൊടുക്കുകയാണെന്ന് മനസ്സിലായി കാണും. അപ്പോൾ ബിജുക്കുട്ടൻ പറഞ്ഞോ എന്തോ, എനിക്ക് അഭിനയം വരണമെങ്കിൽ രാത്രി വേറെ ആളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞോ എന്നുണ്ട്. ബിജുക്കുട്ടൻ്റെ ഞാൻ അറിഞ്ഞിട്ടുള്ളത് ബിജുക്കുട്ടൻ വളരെ പാവത്താനായ ഒരു മാന്യനായ മനുഷ്യനെന്നാണ്. യവൻ പറയുന്നത് ഫേസ്ബുക്കിൽ യവൻ കുറിച്ചിരിക്കുകയാണ് പരസ്യമായിട്ട്. 5 ദിവസം നല്ല സഹകരണമായിരുന്നു, പിന്നെ മനോഭാവം മാറ്റി. ചിത്രീകരണ സമയത്ത് നട റോഡിൽ വെച്ച് മോശം ഭാഷയിൽ പ്രതികരിച്ചു. തന്തയ്ക്കും തള്ളയ്ക്കും ചേർന്ന് ചീത്ത വിളിച്ചാണ്, തള്ളയ്ക്ക് വിളിച്ചാണ്. കാരണം ഇവൻ അത്ര ചെറ്റായിരിക്കും, സെറ്റി കിടന്ന് അല്ലെങ്കിൽ ഇവന് സംവിധാനത്തിൻ്റെ ABCD അറിവുണ്ടായിരിക്കും. അപ്പം ബിജുക്കുട്ടൻ എന്തൊക്കെയോ മോശമായി പറഞ്ഞു എന്നാണ് അവൻ പറയുന്നത്. നട റോഡിലിട്ട് ചീത്ത വിളിച്ചു എന്നാണ് പറയുന്നത്. ഷീലയെ നായികയാക്കി, അടുത്തത് കേട്ടോളൂ, ഷീലയെ നായികയാക്കി ഒരു സിനിമ ഹുസൈൻ അറോണി ചെയ്യാനിരുന്നു, പക്ഷേ മുടങ്ങിപ്പോയി. അത് കിഴക്കമല എന്നായിരുന്നു പടത്തിൻ്റെ പേര്. ഷീലാമ്മയ്ക്ക് എന്തോ നല്ല സമയമായതുകൊണ്ട് ആ പടത്തിന് പോകാത്തത്. അങ്ങനെ ഷീലാമ്മയുടെ പടം മുടങ്ങിയതുകൊണ്ടാണ് ഞാൻ കള്ളന്മാർക്ക് കഞ്ഞി വയ്ക്കുന്ന കള്ളന്മാരുടെ വീടുണ്ടാക്കാൻ കാരണമെന്നാണ് ഇയാൾ പറയുന്നത്. ധാരാളം ചെറുപ്പക്കാർക്ക് ഞാൻ അവസരം കൊടുക്കാം എന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷെ ഒന്നും നടന്നില്ല. ഒരുപാട് പേരിൽ നിന്ന് പൈസ വാങ്ങിച്ചു എന്നാണ് പറയുന്നത് അവൻ, ഈ അറോണി, ഹുസൈൻ അറോണി. ബിജുക്കുട്ടൻ കഥാപാത്രത്തിന് ബിജുക്കുട്ടൻ തന്നെ പേരിട്ടു. അവൻ്റെ ഈ പടത്തിലെ കഥാപാത്രത്തിന് കുറുക്കൻ മനോജ് എന്ന് പേരിട്ടു. എന്നിട്ട് എന്ത് പറ്റി നട്ടാൽ കുറുക്കൻ്റെ എല്ലാ സ്വഭാവവും ഈ പടത്തിൽ കാണിച്ചു എന്നാണ് സംവിധായകൻ പറയുന്നത്. മൊത്തം കോമഡിയാണ്. ആ കോഴിക്കട നടത്തിയിരുന്ന മനുഷ്യൻ ചാനലിന് മുമ്പേ ഇരുന്ന് പറയുന്നത് കേട്ടെന്ന് തോന്നുന്നു. അയാൾ ഇപ്പോൾ കരയുമെന്ന് നമുക്ക് തോന്നുന്നു. അയാൾ നിരവധി പ്രാവശ്യം ആത്മഹത്യ ചെയ്താലോ എന്ന് ആലോചിച്ചു. കാരണം അയാളുടെ കെയർ ഓഫിലാണ് ഏതാണ്ട് 1 കോടി രൂപയോളം പിരിച്ചു കൊടുത്തിരിക്കുന്നത്. എല്ലാവരും കോഴിക്കട ചെന്ന് ഇയാളെ കൊക്കറി കയറി പിടിക്കുമായിരിക്കും. എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ബിജുക്കുട്ടൻ പ്രൊമോഷന് സഹകരിച്ചില്ല. അത് പടം തിയേറ്ററിൽ വരണമെങ്കിലേ സഹകരിക്കേണ്ട ആവശ്യമുള്ളൂ. ഡിസംബറിലാണ് പ്രൊമോഷന് വിളിച്ചത്, പക്ഷേ ബിജുക്കുട്ടൻ സഹകരിച്ചില്ല. ഇപ്പോൾ ബിജുക്കുട്ടൻ സഹകരിച്ചെന്ന് വെച്ചോളൂ. ഡിസംബറിൽ ഇത് എല്ലാ ചാനലിലും വന്നെന്ന് വെച്ചോളൂ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 6 മാസം കഴിഞ്ഞു, ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. ഇത് റിലീസാവില്ല, ഇതൊരിക്കലും റിലീസാവില്ല എന്ന് ബിജുക്കുട്ടന് തോന്നിക്കാണും. ഫോണിൽ ഒരു കമൻറ്റ് പറയാൻ അപേക്ഷിച്ചിട്ട് പോലും ലൊക്കേഷൻ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഫോണിലെടുത്തോളാം, നമ്മളെ കള്ളന്മാരുടെ വീടിനെ കുറിച്ച് ബിജുക്കുട്ടൻ ഒന്ന് സംസാരിക്കുന്നുണ്ടപ്പോഴും അവൻ പറഞ്ഞൊന്ന് പോടാവില്ല എന്ന്. അയാൾ സംസാരിച്ചില്ല. ഇനി നിർമ്മാതാക്കളോടാണ്, നിങ്ങൾ കാശ് മുടക്കുമ്പോൾ എനിക്ക് ഒരു ബാഗ് ഉണ്ടായിരുന്നു. ഈ സംവിധായകൻ പറയുകയാണ്, അറോണി പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളെ പരിചയപ്പെടുമ്പോൾ, നിങ്ങളെ ഞാൻ 1 കോടി രൂപ പറ്റിക്കുന്ന സമയത്ത് എനിക്കൊരു ബാഗ് ഉണ്ടായിരുന്നു. നിങ്ങൾ പറയുന്നു ഞാൻ നിങ്ങളെ 1 കോടി രൂപ പറ്റിച്ചു, അതിൽ 35 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് ബാക്കി 65 ലക്ഷം ഞാൻ പറ്റിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ അന്ന് നിങ്ങളെ കാണാൻ ആദ്യമായി വന്നപ്പോൾ ഞാൻ ഇട്ടിരുന്ന ബാഗ് ഇതാ ഇപ്പോഴും ഞാൻ ഇട്ടിട്ടുണ്ടെന്നാണ് അവൻ പറഞ്ഞത്. അവൻ സത്യസന്ധത തെളിയിക്കുന്ന ഈ ഒറ്റ ബാഗിലാണ്. അതായത് നിങ്ങളെ കാണാൻ വന്നപ്പോഴും എൻ്റെ ആ ബാഗേ ഉള്ളൂ, ഇപ്പോഴും എൻ്റെ ആ ബാഗേ ഉള്ളൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. 1 കോടി പറ്റിച്ചു എന്ന് നിങ്ങൾ പറയുമ്പോഴും ആ ബാഗാണ് എനിക്കുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാശ് തരും മുമ്പ് കൊടുക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചില്ല. അതും അവൻ തന്നെ പറയുന്നു. ഇവന് പൈസ കൊടുത്താൽ അവൻ പറ്റിക്കുമെന്ന് ചിന്തിച്ചില്ല. 100% ശരിയാണ്. എന്തായാലും കള്ളന്മാരുടെ വീട് ടൈറ്റിൽ പോലെ തന്നെ ഖാജ ഹുസൈൻ എന്ന ഹുസൈൻ അറോണി മൊത്തം 1 കോടി രൂപ കളിപ്പിച്ചു. ഇനി അവൻ ആരെയാണ് പറ്റിക്കാൻ പോണതെന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ പറയാം. തൃശ്ശൂർ റൗണ്ടിലെ കുറുക്കമ്പനി പോലെ ഈ അറോണിയൊന്നും അല്ലെന്ന് എത്ര പേരുടെ കഥയെന്ന് വേണ്ടി വന്നിരിക്കുന്നത്. ഒരു എപ്പിസോഡ് ഇയാളെ കഥ എഴുതിയിട്ടുണ്ട് സിനിമയിൽ പറ്റിച്ചവർ. പക്ഷേ വീണ്ടും നമ്മൾ എത്ര പ്രോഗ്രാം ചെയ്താലും പറ്റിക്കും. അതിൽ ചെന്ന് ഇനിയും വീടും ആളുകൾ. കാരണം സിനിമ എന്ന് പറയുന്ന മാസ്മരിയ ലോകത്ത് എനിക്കതിൽ ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് സ്വന്തം മുഖം കണ്ണാടി പോലും നോക്കാതെ, അല്ലെങ്കിൽ എൻ്റെ മകളെ ഒരു മഞ്ജു വാര്യരാക്കാനായിട്ട്, എൻ്റെ മകനെ യേശുദാസ് ആക്കാനായിട്ട് കാശും കൊണ്ട് ഇറങ്ങുമ്പോൾ, വീടൊക്കെ വിറ്റ് പെണ്ണും പിള്ളേരുടെ കെട്ടുതാലിയും വിറ്റ് ഇറങ്ങുമ്പോൾ എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ, എൻ്റെ മകൾക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ, എൻ്റെ മകന് പാടാനുള്ള എന്തെങ്കിലും ശബ്ദമുണ്ടോ എന്ന് പരിശോധിക്കാതെ കോടിക്കണക്കിന് രൂപ കൊണ്ട് കളയുന്ന ഹതഭാഗ്യരുടെ നാടാണ് കേരളം. സിനിമ എന്ന് പറഞ്ഞ ഒരു മാസ്മരിക ലോകത്തെ എന്തെങ്കിലും ആകണം എന്ന് വിചാരിച്ചിട്ട് എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് പോലും ആലോചിക്കാതെ എത്രയോ പാവങ്ങൾ ചെന്ന് വീഴുന്നു. നമ്മൾ എത്ര കഥ പറഞ്ഞാലും ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂരിലെ കുറുക്കമ്പനി പോലെ തന്നെ പറ്റിപ്പുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഹുസൈൻ അറോണിമാരും ഈ നന്ദകുമാർമാരും ഒക്കെ ഇനിയും ഉണ്ടാകും. അബദ്ധങ്ങളിൽ ചെന്ന് നിങ്ങളെല്ലാം ചാടും. അങ്ങനെ ചാടുമ്പോൾ അത് വെച്ച് ഞാനൊരു സ്റ്റോറി ചെയ്യാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, എന്തായാലും മഞ്ഞുമൽ ബോയ്സിൻ്റെ ബാബു ഷാഹിറും സൗബിൻ ഷാഹിറും
മറ്റേ പയ്യുണ്ടല്ലോ ആൻ്റണി, എന്തോ ഷോൺ ആൻ്റണി, ഇനിയെങ്കിലും അവർ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ. പറ്റിപ്പ് കേസ് കോടതിയിലെത്തി, കോടതി വിധി പറയുന്നതിന് മുമ്പേ ആ പറയുന്ന പാവം വലിയ തറക്കാരന് അയാളുടെ പറഞ്ഞിരുന്ന പൈസയും അയാളുടെ ലാഭവിഹിതവും അയാൾ തന്ന പൈസയും തിരിച്ചു കൊടുത്ത് പ്രശ്നം മാന്യമായി പരിഹരിക്കുന്നതാണ് നല്ലത്. സിനിമയ്ക്കും അതാണ് നല്ലത്. സിനിമാ സംഘടനകൾ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അല്ലെങ്കിൽ എന്താ പറയുക ഡയറക്ടേഴ്സ് അസോസിയേഷനും ഒക്കെ ഇതിലിടപെട്ട് മാന്യമായിട്ട് ഈ പ്രശ്നം തീർക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, സിനിമ എന്ന് പറഞ്ഞാൽ നല്ല വെളിച്ചത്തിലെടുത്ത് നല്ല ഇരുട്ടത്ത് കാണിക്കുന്ന പറ്റിപ്പിൻ്റെ ലോകമല്ല എന്ന് ഇനിയെങ്കിലും ബോധ്യപ്പെടുത്താൻ മലയാളികൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ അറോണിമാർ, ഹുസൈൻ അറോണിമാർ കള്ളന്മാരുടെ വീടുകൾ ഇനി എടുക്കാതിരിക്കാൻ പരമാവധി ജാഗ്രത സംഘടനകൾ നടത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അഭിനയിക്കാൻ ചെന്നിട്ട് സംവിധായകനോട് ദിവസവും ഓരോ പെണ്ണിനെ കൊണ്ടുതരണമെന്ന് പറഞ്ഞൊന്ന് ഫേസ്ബുക്കിൽ കുറിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കാതിരിക്കാൻ നമ്മുടെ നടന്മാരും നടിമാരും ഒക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.